Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, ma'am. Okay, നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ ട്രാൻസ്ഫർ ഓഫ് പേഷ്യൻസ് കംപ്ലീറ്റ് ആക്കിയിരുന്നു. നെക്സ്റ്റ് ഒരു പുതിയ ചാപ്റ്റർ തുടങ്ങുമെന്നും പറഞ്ഞിരുന്നു കേട്ടോ. തേർഡ് മോഡ്യൂളിലെ ചാപ്റ്റർ 4 ആണ് കേട്ടോ, പബ്ലിക് റിലേഷൻസ് ഇൻ ഹോസ്പിറ്റൽ. അപ്പൊ അതാണ് എടുക്കാൻ പോകുന്നത് കേട്ടോ പുതിയതായിട്ട്. അപ്പൊ നമുക്കറിയാം പബ്ലിക് റിലേഷൻ എന്ന് പറഞ്ഞാൽ പൊതുജനങ്ങളുമായിട്ടുള്ള ഒരു ബന്ധമാണ് അല്ലെ. ഹോസ്പിറ്റലിന് പൊതുജനങ്ങളുമായിട്ടുള്ള ഒരു ബന്ധമാണ്. അപ്പൊ എന്തിനാണ് അങ്ങനെ ഒരു ഹോസ്പിറ്റലിന് നല്ലൊരു പബ്ലിക് റിലേഷൻ ആവശ്യമുണ്ടോ? ആവശ്യമുണ്ടോ? ഒരു ഹോസ്പിറ്റലിന് നല്ലൊരു പബ്ലിക് റിലേഷൻ ആവശ്യമുണ്ടോ? ഒരു ഏതൊരു ബിസിനസ് സ്ഥാപനത്തിനും മുന്നോട്ട് പോകണമെങ്കിൽ പബ്ലിക്കുമായിട്ട് നല്ലൊരു റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്തേ പറ്റുള്ളൂ അല്ലെ. ഇവിടെ ഹോസ്പിറ്റലിനാണെങ്കിലും ഇതുപോലെ തന്നെ നല്ലൊരു പബ്ലിക് റിലേഷൻ കീപ്പ് ചെയ്യുന്നത് വഴിയാണ് ആ ഹോസ്പിറ്റല് മുന്നോട്ട് പോകാൻ സഹായിക്കുന്നത്. അപ്പൊ ഇവിടെ പബ്ലിക് റിലേഷൻ ഇൻ ഹോസ്പിറ്റല് എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്ററിൽ പ്രധാനമായിട്ട് പബ്ലിക് റിലേഷനുമായി ബന്ധപ്പെട്ട അതിന്റെ പിതാവാരാണ്, അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, അദ്ദേഹത്തിന്റെ ബുക്ക്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് കുറച്ച് ഇൻട്രൊഡക്ഷൻ ഭാഗത്ത് പറയുന്നത്. പബ്ലിക് റിലേഷനുമായി ബന്ധപ്പെട്ട ജനറൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. അതിനുശേഷം നമ്മൾ ഹോസ്പിറ്റലിൽ എങ്ങനെ പബ്ലിക് റിലേഷൻ നിലനിർത്താൻ പറ്റും, അതിന് വേണ്ടിയിട്ടുള്ള മെത്തേഡുകൾ അല്ലെങ്കിൽ രീതികൾ എങ്ങനെയാണ്, അങ്ങനെയുള്ള കുറെ കാര്യങ്ങളാണ് നമ്മൾ ഇതിൽ പഠിക്കുന്നത് ഈ ഒരു ചാപ്റ്ററിൽ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുന്നത്. പബ്ലിക് റിലേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് പല കാര്യങ്ങളിലൂടെ നമുക്ക് പബ്ലിക്കുമായിട്ട് നല്ലൊരു റിലേഷൻഷിപ്പിലേക്ക് എത്താം. ഒന്നാമത് ഹോസ്പിറ്റലിൽ നിന്ന് വരുന്നത്, നമ്മൾ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ നമ്മളോട് കാണിക്കുന്ന ഓരോ പ്രവർത്തനങ്ങളിൽ നിന്ന് നമുക്കൊരു നല്ല പബ്ലിക് റിലേഷൻ നിലനിർത്താൻ പറ്റും അല്ലെ. നമ്മളൊരു ഹോസ്പിറ്റലിൽ ചെല്ലുന്നു, ആ ഹോസ്പിറ്റലിലെ ജീവനക്കാർ നമ്മളോട് നല്ല മാന്യമായിട്ട് എല്ലാം നല്ല രീതിയിൽ കൈകാര്യം ചെയ്ത് കാര്യങ്ങൾ ചെയ്തു തരാണെങ്കിൽ നമുക്ക് ആ ഒരു ഹോസ്പിറ്റലിനോട് ഒരു നല്ല ഇഷ്ടം ഉണ്ടാവില്ലേ അല്ലെ. നല്ലൊരു റിലേഷൻഷിപ്പ് അവിടെ കീപ്പ് ചെയ്യാൻ പറ്റും അല്ലെ. ആ ഹോസ്പിറ്റലുമായിട്ട് നമുക്ക് അല്ലെങ്കിൽ വരുന്ന പേഷ്യൻസും ആ ഹോസ്പിറ്റലും തമ്മിൽ നല്ലൊരു റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള ആശയവിനിമയങ്ങളിലൂടെയും നമുക്ക് ആ ഒരു പബ്ലിക് റിലേഷൻ നിലനിർത്താൻ പറ്റും. ഇപ്പൊ നമുക്ക് പലതരത്തിലുള്ള സോഷ്യൽ മീഡിയാസ് കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലെ. അപ്പൊ അതിലൂടെയൊക്കെ ഹോസ്പിറ്റലിനെ കുറിച്ചുള്ള കാര്യങ്ങളെ കുറിച്ച് ആളുകളെ അറിയിക്കുകയാണെങ്കിൽ അതിലൂടെയും ഈ ഒരു പബ്ലിക് റിലേഷൻ നമുക്ക് നിലനിർത്താനായിട്ട് സാധിക്കും. അങ്ങനെ പല രീതികളിലൂടെ നമുക്ക് ചെയ്യാൻ പറ്റും. അത് ഏതൊക്കെ രീതികളാണ്, എങ്ങനെയാണ് എന്നുള്ളതൊക്കെ നമ്മൾ ഇതിൽ പഠിക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് ആദ്യത്തെ ചാപ്റ്ററിലെ ഫസ്റ്റ് ഭാഗത്ത് പറയുന്നത് ജനറൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. ആരാണ് പബ്ലിക് റിലേഷന്റെ ഫാദർ, അദ്ദേഹത്തിന്റെ ബുക്ക്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ്. പിന്നെ ഒന്ന് രണ്ട് ഡെഫിനിഷൻസ്. അത്രയും നമ്മളൊരു ജനറൽ ആയിട്ടുള്ള പബ്ലിക് റിലേഷൻ എന്താണ് എന്നുള്ള കാര്യമാണ് പറയുന്നത് കേട്ടോ. അതിൽ ഫസ്റ്റ് ബോക്സ് ക്ലിയർ ആണോ? ബോക്സ് കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, ഇപ്പൊ നിങ്ങളുടെ നോട്ട് ഉണ്ടെങ്കിൽ ആ നോട്ടിലോട്ട് ഒന്ന് നോക്കിയാൽ മതി കേട്ടോ. ക്ലിയർ അല്ലെ, വ്യക്തമല്ല എന്നുണ്ടെങ്കിൽ നോട്ട് നോക്കിയാൽ മതി കേട്ടോ. അപ്പൊ അതിൽ ഫസ്റ്റ് ബോക്സിൽ കൊടുത്തിരിക്കുന്നത് എഡ്വേർഡ് ബെർണൈസ്. ആരാണ് എഡ്വേർഡ് ബെർണൈസ് എന്ന് പറയുന്നത്? നിങ്ങളുടെ നോട്ടിൽ ഒന്ന് നോക്കിയാൽ മതി കേട്ടോ. ഓക്കെ, ആരാണ് എഡ്വേർഡ് ബെർണൈസ്? ഹു വാസ് എഡ്വേർഡ് ബെർണൈസ്? അപ്പൊ അദ്ദേഹം, അതായത് എഡ്വേർഡ് ബെർണൈസ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ കാലഘട്ടമാണ് അല്ലെങ്കിൽ ജീവിത കാലയളവാണ് ആദ്യമായി കൊടുത്തിരിക്കുന്നത്. 1891 to 1995, അതായത് 104 years, 104 വർഷത്തോളം ജീവിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു എഡ്വേർഡ് ബെർണൈസ് എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ അങ്കിൾ അല്ലെങ്കിൽ അമ്മാവനാണ് സിഗ്മണ്ട് ഫ്രോയിഡ്. സിഗ്മണ്ട് ഫ്രോയിഡിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? അദ്ദേഹം ഒരു ലോക പ്രശസ്തനായിട്ടുള്ളൊരു മനഃശാസ്ത്രജ്ഞനാണ് സിഗ്മണ്ട് ഫ്രോയിഡ്. കേട്ടിട്ടുണ്ടോ? അതായത് ഫേമസ് ആയിട്ട് കുറെ ബുക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. സൈക്കോളജിയുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രശസ്തനായിട്ടുള്ള ഒരു വ്യക്തിയാണ് കേട്ടോ. അപ്പൊ അദ്ദേഹം ഫാദർ ഓഫ് സൈക്കോ അനാലിസിസ് എന്നൊക്കെയാണ് അറിയപ്പെടുന്നത്. ലോക പ്രശസ്തനായിട്ടുള്ളൊരു മനഃശാസ്ത്രജ്ഞനാണ് സിഗ്മണ്ട് ഫ്രോയിഡ്. അദ്ദേഹത്തിന്റെ നെഫ്യൂ അല്ലെങ്കിൽ മരുമകനാണ് ആര്? എഡ്വേർഡ് ബെർണൈസ്. അല്ലെങ്കിൽ അദ്ദേഹം ഈ എഡ്വേർഡ് ബെർണൈസിന്റെ അമ്മാവനാണ്. അപ്പൊ ജസ്റ്റ് അദ്ദേഹം ആ ഒരു എഡ്വേർഡ് ബെർണൈസിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ആദ്യത്തെ ആ ഒരു ബോക്സിൽ അത്ര മാത്രമേ പറയുന്നുള്ളൂ. അദ്ദേഹത്തിന്റെ ആ ജീവിത കാലയളവും അദ്ദേഹത്തിന്റെ അങ്കിളിന്റെ പേര് സിഗ്മണ്ട് ഫ്രോയിഡ് എന്നാണ്. ഓക്കെ, രണ്ടാമത്തെ ബോക്സിൽ കൊടുത്തിരിക്കുന്നത്
എന്താണ് അല്ലെങ്കിൽ ആരാണ് എഡ്വേർഡ് ബെർണൈസ് അല്ലെ? വെറുതെ നമ്മൾ ഇവിടെ അത് പഠിക്കേണ്ട കാര്യമില്ല. എന്താണ്, എന്തിനു വേണ്ടിയാണ് നമ്മൾ ഈ എഡ്വേർഡ് ബെർണൈസിനെ പഠിക്കുന്നത്? കാരണം അദ്ദേഹം ദ ഫാദർ ഓഫ് പബ്ലിക് റിലേഷൻ എന്നറിയപ്പെടുന്നു. പബ്ലിക് റിലേഷന്റെ ഫാദർ ആരാണ് എന്ന് ചോദിച്ചാൽ ആരാണത്? എഡ്വേർഡ് ബെർണൈസ് ആണ്. ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഫ്രീക്വന്റ് ആയിട്ട് ഈ ഒരു ഭാഗത്ത് നിന്ന് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഹു ഇസ് ദ ഫാദർ ഓഫ് പബ്ലിക് റിലേഷൻ? ആരാണ് ഫാദർ ഓഫ് പബ്ലിക് റിലേഷൻ എന്നറിയപ്പെടുന്നത്? എഡ്വേർഡ് ബെർണൈസ് ആണ്. അദ്ദേഹമാണ് ദ ഫാദർ ഓഫ് പബ്ലിക് റിലേഷൻ എന്നറിയപ്പെടുന്നത്. ആൻഡ് ഹി കോൾഡ് ദ പബ്ലിക് റിലേഷൻസ് കൗൺസിൽ. അദ്ദേഹം പബ്ലിക് റിലേഷനുമായി ബന്ധപ്പെട്ട കൗൺസിലുകൾ രൂപീകരിച്ചു. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ ഫസ്റ്റ് PR ബുക്ക്, പബ്ലിക് റിലേഷനുമായി ബന്ധപ്പെട്ട ആദ്യത്തെ ബുക്കാണ് ക്രിസ്റ്റലൈസിംഗ് പബ്ലിക് ഒപ്പീനിയൻ. ഈ രണ്ട് ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ നിന്ന് വരാറുണ്ട്. പ്രധാനമായിട്ടും ഒന്നാമത്തേത് ഹു ഇസ് ദ ഫാദർ ഓഫ് പബ്ലിക് റിലേഷൻ? ആരാണ്? കാണുന്നില്ലേ? ഒരു ബ്ലർ ആയിരിക്കുന്ന പോലെയല്ലേ നിങ്ങൾക്ക് തോന്നേ? അപ്പൊ അതുകൊണ്ടാണ് മിസ് പറഞ്ഞത് നിങ്ങളുടെ നോട്ടിലോട്ട് ഒന്ന് നോക്കിക്കോളാനായിട്ട് കേട്ടോ. അപ്പൊ നോക്കിയേ, ഹു ഇസ് ദ ഫാദർ ഓഫ് പബ്ലിക് റിലേഷൻ? ആരാണ്? എഡ്വേർഡ് ബെർണൈസ് ആണ് അല്ലെ? അദ്ദേഹമാണ് ഫാദർ ഓഫ് പബ്ലിക് റിലേഷൻ എന്ന് അറിഞ്ഞിരിക്കുക. അത് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ഇവിടെ നിന്ന് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ തന്നെ രണ്ടാമത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ് ഇദ്ദേഹത്തിന്റെ ഫസ്റ്റ് PR ബുക്ക്, പബ്ലിക് റിലേഷനുമായി ബന്ധപ്പെട്ട എഡ്വേർഡ് ബെർണൈസിന്റെ ബുക്കിന്റെ പേരെന്താണ്? എന്താണ് ഫസ്റ്റ് PR ബുക്കിന്റെ പേര്? ഏതാ? ക്രിസ്റ്റലൈസിംഗ് പബ്ലിക് ഒപ്പീനിയൻ. ക്രിസ്റ്റലൈസിംഗ് പബ്ലിക് ഒപ്പീനിയൻ. നിങ്ങളുടെ നോട്ട്സിൽ ക്ലിയർ അല്ലെങ്കിൽ മിസ് പറയുന്ന സമയത്ത് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോട്ടാ. ഓക്കെ, ക്രിസ്റ്റലൈസിംഗ് പബ്ലിക് ഒപ്പീനിയൻ ആണ് അദ്ദേഹത്തിന്റെ ഫസ്റ്റ് PR ബുക്ക് അല്ലെങ്കിൽ പബ്ലിക് റിലേഷനുമായി ബന്ധപ്പെട്ട ബുക്ക്. ഇത് രണ്ട് ക്വസ്റ്റ്യൻസും ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് കണ്ടുകൊണ്ടിരിക്കുന്ന ഫ്രീക്വന്റ് ആയിട്ട് എന്ത് ചെയ്യുന്നത് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ക്വസ്റ്റ്യനുകളാണ് കേട്ടോ. അത് രണ്ടും ഈ ഒരു ബോക്സിലാണ് എന്ന് വെച്ച് നിങ്ങൾ വിട്ട് കളയരുത്. ഇമ്പോർട്ടന്റ് ആണെന്ന് വെച്ച് നോട്ട് ചെയ്ത് പഠിക്കണം കേട്ടോ. ഫസ്റ്റ് PR കോഴ്സ് അറ്റ് ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റി. അദ്ദേഹമാണ് ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റിയിൽ ആദ്യമായിട്ട് ഒരു PR കോഴ്സ് ആരംഭിച്ചൊരു വ്യക്തിയാണ്. ആര്? എഡ്വേർഡ് ബെർണൈസ്. ആൻഡ് ദ ഫസ്റ്റ് കോൾഡ് ഹിംസെൽഫ് PR പ്രൊഫഷണൽ. ഇദ്ദേഹത്തെ ആരും അങ്ങോട്ട് PR പ്രൊഫഷണൽ എന്നല്ല വിളിച്ചത്. അദ്ദേഹം സ്വയം അദ്ദേഹത്തെ എന്ത് ചെയ്തു? പബ്ലിക് റിലേഷനുമായി ബന്ധപ്പെട്ട PR പ്രൊഫഷണൽ ആണെന്ന് അദ്ദേഹത്തെ തന്നെ സ്വയം വിശേഷിപ്പിക്കുകയും ചെയ്തു. ആ ഒരു ബോക്സിൽ രണ്ട് ബോക്സ് ആണ് നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത്. ഒന്നുകൂടി പറയാം മിസ്. ആദ്യത്തെ ബോക്സില് എഡ്വേർഡ് ബെർണൈസിന്റെ ജീവിത കാലയളവാണ്. 1891 മുതൽ 1995 വരെയാണ്. 104 വർഷത്തോളം അദ്ദേഹം ജീവിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ അങ്കിളിന്റെ പേരാണ് സിഗ്മണ്ട് ഫ്രോയിഡ്. ഈ സിഗ്മണ്ട് ഫ്രോയിഡ് എന്ന് പറയുന്ന വ്യക്തി ഒരു ലോക പ്രശസ്തനായിട്ടുള്ള ഒരു മനഃശാസ്ത്രജ്ഞനാണ്. അദ്ദേഹം ഫാദർ ഓഫ് സൈക്കോ അനാലിസിസ് എന്നൊക്കെയാണ് അറിയപ്പെടുന്നത്. ജസ്റ്റ് അത്ര മാത്രം മനസ്സിലാക്കിയാൽ മതി. കൂടുതൽ ഡീറ്റെയിൽ ഒന്നും പഠിക്കണ്ട. ഇനി ആരാണ് എഡ്വേർഡ് ബെർണൈസ്? അദ്ദേഹം ഫാദർ ഓഫ് പബ്ലിക് റിലേഷൻ എന്ന് അറിയപ്പെടുന്നു. അദ്ദേഹം എന്ത് ചെയ്തു? പബ്ലിക് റിലേഷനുമായി ബന്ധപ്പെട്ട ഒരു കൗൺസിൽ രൂപീകരിക്കുകയുണ്ടായി. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ പബ്ലിക് റിലേഷനുമായി ബന്ധപ്പെട്ട ആദ്യത്തെ ബുക്കാണ് ക്രിസ്റ്റലൈസിംഗ് പബ്ലിക് ഒപ്പീനിയൻ. വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, ക്രിസ്റ്റലൈസിംഗ് പബ്ലിക് ഒപ്പീനിയൻ. ആൻഡ് ഫസ്റ്റ് PR കോഴ്സ് അറ്റ് ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റി. ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റിയിൽ ഒരു ആദ്യമായിട്ടൊരു PR കോഴ്സ് ആരംഭിച്ചതും ഇദ്ദേഹമാണ്. ആൻഡ് ഫസ്റ്റ് കോൾഡ് ഹിംസെൽഫ് PR പ്രൊഫഷണൽ. അദ്ദേഹത്തെ തന്നെ സ്വയം PR പ്രൊഫഷണൽ എന്ന് വിശേഷിപ്പിക്കുകയും ചെയ്തു. ക്ലിയർ ആണോ? രണ്ട് ബോക്സും ക്ലിയർ ആണോ? എന്താണ് ഒരു റിപ്ലൈ ചെയ്യാതെ? ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ് നിങ്ങൾ നോക്കേണ്ടത്. എഡ്വേർഡ് ബെർണൈസിന്റെ അങ്കിളിന്റെ പേര് എന്താണെന്ന് ചോദിക്കാറുണ്ട്. സിഗ്മണ്ട് ഫ്രോയിഡ്. അത് പ്രത്യേകിച്ച് എടുത്ത് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് ചോദിക്കാറുണ്ട് കേട്ടോ. അതുപോലെ ആരാണ് ഫാദർ ഓഫ് പബ്ലിക് റിലേഷൻ എന്നറിയപ്പെടുന്ന വ്യക്തി? ആരാണ്? എഡ്വേർഡ് ബെർണൈസ് ആണ്. അതുപോലെ അദ്ദേഹത്തിന്റെ ഫസ്റ്റ് PR ബുക്ക്. ഇത് മൂന്നുമാണ് കൂടുതലും ചോദിച്ചു കണ്ടിരിക്കുന്നത് കേട്ടോ. ഓക്കെ, അടുത്ത ഭാഗത്തേക്ക് പോവാം. നെക്സ്റ്റ് വരുന്നതാണ്
നമ്മളൊരു 2 ഡെഫിനിഷൻ ആണ് ഇവിടെ പറയുന്നത് കേട്ടോ. 2 ഡെഫിനിഷൻ ആണ്. അതിൽ ഒന്നാമത്തത് ജോൺ മില്ലറ്റിന്റെ ഡെഫിനിഷൻ ആണ്. ഈ 2 ഡെഫിനിഷനും നമ്മുടെ പബ്ലിക് റിലേഷനുമായി ബന്ധപ്പെട്ട ഡെഫിനിഷൻസ് ആണ്. അപ്പൊ അതിൽ ആദ്യത്തെ ഡെഫിനിഷൻ ചോദിച്ചു കണ്ടിട്ടുണ്ട്. രണ്ടാമത്തെ ഡെഫിനിഷൻ ആരുടെയാണ് അല്ലെങ്കിൽ എന്താണെന്നുള്ള വ്യക്തമായിട്ടൊന്നും ഇന്ന ഒരു വ്യക്തിയെ മെൻഷൻ ചെയ്തിട്ടൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ആദ്യത്തെ ജോൺ മില്ലറ്റിന്റെ ഡെഫിനിഷൻ ഇതിൽ ഏതാണ് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ഈ 2 ഡെഫിനിഷൻ കൊടുത്തിട്ട് ജോൺ മില്ലറ്റിന്റെ ഏതാണെന്നൊക്കെ ഐഡന്റിഫൈ ചെയ്ത് ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പൊ ആദ്യത്തെ ഡെഫിനിഷൻ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കണം കേട്ടോ. അത് ചോദിച്ചു കണ്ടിട്ടുണ്ട്. അപ്പൊ ഫസ്റ്റ് ഡെഫിനിഷൻ ആണ് പബ്ലിക് റിലേഷൻ മീൻസ് knowing what the public hopes for and explaining how administration is satisfying these desires. എന്ന് വെച്ചാൽ എന്താണ്? ജോൺ മില്ലറ്റ് പറഞ്ഞിരിക്കുന്ന ഒരു ഡെഫിനിഷൻ ആണ്. പബ്ലിക് റിലേഷൻ എന്താണെന്നാണ് പറഞ്ഞിരിക്കുന്നത്? പബ്ലിക് റിലേഷൻ മീൻസ് knowing what the public hopes for and explaining how administration is satisfying these desires. ഈ 2 ഡെഫിനിഷനും ഒന്ന് ശ്രദ്ധിച്ചിരുന്നാൽ നമുക്ക് മനസ്സിലാവും കേട്ടോ. അപ്പൊ നമുക്കറിയാം, ഇപ്പൊ ഒരു ഹോസ്പിറ്റലില് ഒരുപാട് എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പൊ ഒരു ഹോസ്പിറ്റലിൽ ഒരുപാട് സർവീസുകൾ ആ ഹോസ്പിറ്റലുകൾ നമുക്ക് വരുന്നുണ്ട് അല്ലെ, തരുന്നില്ലേ? അപ്പൊ ഇവിടെ എപ്പോഴും അത് നല്ലൊരു പബ്ലിക് റിലേഷൻ ആ ഹോസ്പിറ്റലിന് ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ ആ ഹോസ്പിറ്റലിൽ നൽകുന്ന സർവീസുകള് എങ്ങനെയുള്ള സർവീസുകളായിരിക്കണം? അല്ലെങ്കിൽ ആരുടെ താല്പര്യത്തിനനുസരിച്ചുള്ള സർവീസുകളായിരിക്കണം? ആ ഹോസ്പിറ്റലിലുള്ള ജീവനക്കാരുടെയാണോ? അല്ല, പേഷ്യൻസിന്റെ താല്പര്യം അനുസരിച്ചുള്ള അല്ലെങ്കിൽ പബ്ലിക്കിന്റെ താല്പര്യം അനുസരിച്ചുള്ള സർവീസുകൾ കൊടുക്കുമ്പോഴാണ് കൂടുതൽ അവിടെ പബ്ലിക് ആ സർവീസുകൾക്കായിട്ട് വരുന്നത്. നല്ലൊരു റിലേഷൻഷിപ്പ് നമുക്ക് നിലനിർത്താൻ സാധിക്കും അല്ലെ. അപ്പൊ ഇവിടെയും അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു പബ്ലിക് റിലേഷൻ എന്ന് പറഞ്ഞാൽ that means knowing what the public hopes for. പൊതുജനങ്ങൾ എന്താണോ പ്രതീക്ഷിക്കുന്നത്, ആ പ്രതീക്ഷിക്കുന്നത് മനസ്സിലാക്കണം അല്ലെ. ഇപ്പൊ ഒരു ഹോസ്പിറ്റൽ ആണെങ്കിലും അവരൊരു സർവീസ് കൊണ്ടുവരുമ്പോ ആ പബ്ലിക് ആ സർവീസിൽ നിന്ന് എന്താണോ പ്രതീക്ഷിക്കുന്നത് അത് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചുള്ള സർവീസ് കൊണ്ടുവന്നാലല്ലേ അത് സക്സസ്ഫുൾ ആവുള്ളൂ അല്ലെ. അതിനനുസരിച്ചുള്ള സർവീസ് ആയിരിക്കണം കൊണ്ടുവരേണ്ടത്. അപ്പൊ അതുപോലെ ഇവിടെയും പബ്ലിക് റിലേഷൻ എന്ന് പറഞ്ഞാൽ നോയിങ് വാട്ട് ദ പബ്ലിക് ഹോപ്സ് ഫോർ. എന്താണ് ആ പൊതുജനങ്ങൾ എന്താണോ പ്രതീക്ഷിക്കുന്നത് അത് മനസ്സിലാക്കുക, അത് അറിയുകയും എക്സ്പ്ലെയിനിങ് ഹൗ അഡ്മിനിസ്ട്രേഷൻ ഈസ് സാറ്റിസ്ഫൈങ് ദിസ് ഡിസയേഴ്സ്. എങ്ങനെ അതിപ്പോ മനസ്സിലായി നമുക്ക് ഈ ഒരു പൊതുജനം അല്ലെങ്കിൽ പബ്ലിക് എന്താണോ നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് അത് മനസ്സിലാക്കിയാൽ അല്ലെങ്കിൽ അത് അറിഞ്ഞാൽ അതിനനുസരിച്ച് നമുക്ക് ഈ ഒരു അഡ്മിനിസ്ട്രേഷൻ വിഭാഗത്തിന് അല്ലെങ്കിൽ ആ ഒരു ആഗ്രഹങ്ങളെ നമുക്ക് ഈ ഒരു അഡ്മിനിസ്ട്രേഷൻ വിഭാഗത്തിന് അല്ലെങ്കിൽ ആ ഭരണകൂടത്തിന് ആ ആഗ്രഹങ്ങളെ എങ്ങനെ തൃപ്തിപ്പെടുത്തുവാൻ സാധിക്കും എന്നതിനെ കുറിച്ചുള്ള ഒരു വിശദീകരണമാണ് പബ്ലിക് റിലേഷൻ എന്നാണ് ആദ്യത്തെ ഡെഫിനിഷനിൽ പറയുന്നത്. സിമ്പിൾ ആയിട്ട് നിങ്ങൾ ഇത്രയും മനസ്സിലാക്കിയാൽ മതി. നമ്മളൊരു ഹോസ്പിറ്റലിൽ ഒരു സർവീസ്, ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് കണക്ട് ചെയ്ത് പറയുന്നത് നിങ്ങൾക്കൊന്ന് ഓർമ്മ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഹോസ്പിറ്റലിൽ ഒരു സർവീസ് കൊണ്ടുവരുമ്പോ ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആ പബ്ലിക് എന്താണോ ആ സർവീസിൽ നിന്നും അല്ലെങ്കിൽ ആ ഹോസ്പിറ്റലിൽ നിന്നും എന്താണ് പ്രതീക്ഷിക്കുന്നത് ആ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ അറിയുക. എന്നിട്ട് എന്ത് ചെയ്യണം? അഡ്മിനിസ്ട്രേറ്റീവ് വിഭാഗം ആ പ്രതീക്ഷ, അവരുടെ ആ ഒരു പ്രതീക്ഷയ്ക്കനുസരിച്ച് അല്ലെങ്കിൽ അവരുടെ ആഗ്രഹങ്ങളെ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ തൃപ്തിപ്പെടുത്തുന്ന രീതിയിലുള്ള സർവീസുകൾ കൊടുക്കുമ്പോഴാണ് ഈ പബ്ലിക് റിലേഷൻ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നത്. ക്ലിയർ ആയോ? മനസ്സിലായോ? ആ 2 ഡെഫിനിഷനും നിങ്ങൾ ആ ഒരു എന്തെങ്കിലും ഒരു എക്സാമ്പിൾ വെച്ച് കണക്ട് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടില്ല. അതുകൊണ്ടാണ് മിസ് അത് പറഞ്ഞു തരുന്നത്. ഇപ്പൊ ക്ലിയർ ആയോ എന്താണ് ആ ഫസ്റ്റത്തെ ഡെഫിനിഷൻ ഉദ്ദേശിക്കുന്നത്? മനസ്സിലായോ? ഒന്ന് റിപ്ലൈ ചെയ്തേ. ഇനി പറയണോ ആ ഡെഫിനിഷൻ? ഫസ്റ്റ് ഡെഫിനിഷൻ ജോൺ മില്ലറ്റിന്റെ ഡെഫിനിഷൻ ആണ്. അദ്ദേഹം പറയുന്നത് പബ്ലിക് റിലേഷൻ എന്ന് പറഞ്ഞാല് എന്നതിനർത്ഥം എന്ന് വെച്ചാൽ എന്താണ്? പൊതുജനങ്ങൾ എന്താണോ പ്രതീക്ഷിക്കുന്നത് അത് അറിയുകയും ആ ഭരണകൂടം ആ ആഗ്രഹങ്ങളെ നിറവേറ്റുന്നതിന് വേണ്ടി തൃപ്തിപ്പെടുത്തുന്നത്, അവരുടെ ആഗ്രഹങ്ങളെ എങ്ങനെ നമുക്ക് തൃപ്തിപ്പെടുത്താൻ പറ്റും എന്നതിനെ കുറിച്ചുള്ള ഒരു വിശദീകരണമാണ് പബ്ലിക് റിലേഷൻ എന്നാണ് ജോൺ മില്ലറ്റ് പറയുന്നത്. ക്ലിയർ ആണോ? ഓക്കെ ആണോ?
ഓക്കെ ആണോ? ഓക്കെ. രണ്ടാമത്തെ ഡെഫിനിഷനിൽ പറയുന്നത് the public relation is an organized process to influence public opinion through sound character and genuine performance on the basis of mutually satisfactory two-way communication. ഇനി രണ്ടാമത്തെ ഡെഫിനിഷൻ ആരാണ് പറഞ്ഞിരിക്കുന്നതെന്നൊന്നുമില്ല. ജസ്റ്റ് ആ രണ്ടാമത്തെ ഡെഫിനിഷൻ നിങ്ങൾ ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ആദ്യത്തെയാണ് ഏറ്റവും കൂടുതൽ കണ്ടിരിക്കുന്നത് കേട്ടോ ചോദിച്ച്. അപ്പൊ രണ്ടാമത്തെ ഡെഫിനിഷനിൽ പറയുന്നത് അതാണ് ഒരു മ്യൂച്വലി സാറ്റിസ്ഫാക്ടറി, അതായത് ഒരു ടൂ വേ കമ്മ്യൂണിക്കേഷൻ എന്ന് വെച്ചാൽ എന്താ, പരസ്പരം വളരെ സംതൃപ്തിയോട് കൂടിയുള്ള അല്ലെങ്കിൽ തൃപ്തികരമായ രീതിയിൽ ഒരു ടൂ വേ കമ്മ്യൂണിക്കേഷൻ, അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും വേണം, ഒരു വ്യക്തി മാത്രം അങ്ങോട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയല്ല, രണ്ട് കൂട്ടരും അവർക്ക് രണ്ടുപേരും സാറ്റിസ്ഫൈഡ് ആയ രീതിയിൽ അല്ലെങ്കിൽ തൃപ്തികരമായ രീതിയിൽ ഒരു ടൂ വേ കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഒരു ടൂ വേ ആശയവിനിമയത്തിന്റെ അടിസ്ഥാനത്തിൽ നല്ല സ്വഭാവത്തിലൂടെ അതുപോലെ നല്ല യഥാർത്ഥമായിട്ടുള്ള ഒരു ജെനുവിൻ പെർഫോമൻസ്, ഒരു യഥാർത്ഥമായ പ്രകടനത്തിലൂടെയും പൊതുജനത്തിന്റെ അഭിപ്രായത്തെ സ്വാധീനിക്കുന്നതിനുള്ള ഒരു സംഘടിത പ്രക്രിയയാണ് പബ്ലിക് റിലേഷൻ എന്നാ പറയുന്നത്. വല്ലതും മനസ്സിലായോ? അതിന്റെ ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ വേണ്ടി, ഇപ്പൊ നമ്മളൊരു ഇലക്ഷൻ വരുന്നു, ഒരു ഇലക്ഷൻ വന്നു, അപ്പൊ ഒരു സ്ഥാനാർത്ഥി ഇലക്ഷന് വേണ്ടി നിൽക്കുകയാണ്. നമ്മൾ എങ്ങനെയുള്ള ഒരു സ്ഥാനാർത്ഥിക്കാണ് നമ്മൾ വോട്ട് കൊടുക്കുക? എങ്ങനെയുള്ള ഒരു സ്ഥാനാർത്ഥിക്കാണ് വോട്ട് കൊടുക്കുക? എങ്ങനെയുള്ളവർക്കാണ് നിങ്ങൾ വോട്ട് കൊടുക്കുക? എന്താണ്, വോട്ടൊന്നും ചെയ്യാൻ പോവാറില്ലേ? നമുക്ക് ഇഷ്ടമുള്ള ഒരാളല്ലേ, നമുക്ക് താല്പര്യം തോന്നുന്ന ഒരു വ്യക്തിക്കല്ലേ നമ്മൾ വോട്ട് കൊടുക്കുന്നേ, ആണോ? അതെ. അപ്പൊ എന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ എന്ത് ക്യാരക്ടറാണ് നിങ്ങൾക്ക് അവരുടെ ഇഷ്ടമാവുന്നത്? ചില കാര്യങ്ങൾ കണ്ടിട്ടല്ലേ ഒരു പെർഫോമൻസ് അല്ലെ, അതൊരു ജെനുവൻ ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആയിരിക്കും. ചിലപ്പോൾ യഥാർത്ഥമായിട്ട് നല്ല രീതിയിലുള്ള പ്രകടനം അവർ കാഴ്ചവെക്കുന്നത് കൊണ്ട് നമ്മൾ വോട്ട് കൊടുക്കാറുണ്ട്. പിന്നെയോ നല്ല സ്വഭാവമാണെങ്കിൽ ഇല്ലേ, മറ്റുള്ളവരൊക്കെ നന്നായി പെരുമാറുന്നു, നല്ലൊരു സ്വഭാവമാണെങ്കിൽ നമ്മൾ വോട്ട് കൊടുക്കാറില്ലേ? ഉണ്ടോ? അത് നമ്മൾ നല്ല കൈൻഡ് ആയിട്ട് നമ്മളോട് സംസാരിക്കുന്നു, നമ്മൾ ബിഹേവ് ചെയ്യുന്നു, അങ്ങനെ കുറെ കാര്യങ്ങൾ, നല്ല നല്ല കാര്യങ്ങള് കണ്ട് നമ്മളിപ്പോ എന്ത് ചെയ്യുന്നു, അവർ ആ സ്വഭാവങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ ആ പെരുമാറ്റങ്ങൾ കൊണ്ട് നമ്മളെ അവര് സ്വാധീനിക്കുന്നു അല്ലെ, നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് കൊണ്ടല്ലേ നമ്മൾ അവർക്ക് വോട്ട് ചെയ്യുന്നേ, ആണോ? അതെ. അപ്പൊ ആ ഒരു ഇൻഫ്ലുവൻസ് ചെയ്യുന്നതും അത് തന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മളോട് എന്താണ് ഒരു വോട്ട് ചെയ്യാനായിട്ട്, ഒരു ഇലക്ഷനിൽ വോട്ട് ചെയ്യാനായിട്ട് ഒരു വ്യക്തി വന്നിട്ടുണ്ടെങ്കിൽ അവര് നമ്മളോട് നല്ല രീതിയിൽ പരസ്പരം നമുക്ക് സംതൃപ്തി തരുന്ന രീതിയിൽ നല്ലൊരു ആശയവിനിമയം നമ്മളോട് നടത്തുന്നുണ്ട്. അതെങ്ങനെയാ, നല്ല സ്വഭാവം നമ്മളോട് കാഴ്ചവെക്കുന്നുണ്ട്, നല്ല രീതിയിലുള്ള പ്രകടനം നമ്മുടെ മുന്നിൽ കാഴ്ചവെക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ ഈ പറയുന്ന എല്ലാ സ്വഭാവങ്ങളും അല്ലെങ്കിൽ വരുന്ന എല്ലാ പെരുമാറ്റങ്ങളിലൂടെയും നമ്മളെ അവർ സ്വാധീനിക്കുന്നു അല്ലെ. അങ്ങനെ സ്വാധീനിക്കുന്നത് കൊണ്ടാണ് നമ്മൾ അവർക്ക് വോട്ട് കൊടുക്കുന്നത്, ആണല്ലോ. ഇവിടെയും എന്താ ഉദ്ദേശിച്ചിരിക്കുന്നത് നോക്കിയേ, പബ്ലിക് റിലേഷൻ ഈസ് ആൻ ഓർഗനൈസ്ഡ് പ്രോസസ് ടു ഇൻഫ്ലുവൻസ് പബ്ലിക് ഒപ്പീനിയൻ, പൊതുജനാഭിപ്രായത്തെ സ്വാധീനിക്കുക. എങ്ങനെയാണ് ഒരു പൊതുജനാഭിപ്രായത്തെ സ്വാധീനിക്കാൻ പറ്റുന്നത്? ഇപ്പൊ നമ്മൾ ഇലക്ഷന് വേണ്ടിയിട്ട് ഒരു വ്യക്തിയിൽ വോട്ട് ചെയ്യാൻ നിന്നാൽ അദ്ദേഹം എങ്ങനെയൊക്കെയാണ് നമ്മുടെ ആ ഒരു പൊതുജനത്തിന്റെ അഭിപ്രായത്തെ സ്വാധീനിക്കുന്നത് അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്? എങ്ങനെയാണോ പറഞ്ഞേ? ഇത് കണക്ട് ചെയ്ത് നോക്ക്. എങ്ങനെയാണ് പറഞ്ഞേ? ഇപ്പൊ നമ്മൾ സ്വാധീനിക്കണമെങ്കിൽ അവരെങ്ങനെ പ്രവർത്തിക്കണം, എങ്ങനെ പെർഫോം ചെയ്യണം? ബിഹേവിയറിൽ നമ്മൾ നല്ല രീതിയിൽ പെരുമാറണം അല്ലെ, നല്ല സ്വഭാവം ഉണ്ടായിരിക്കണം. മനസ്സിലാവുന്നുണ്ടോ? മിസ് പറഞ്ഞത് ക്ലിയർ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ? എന്താണ് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഓക്കെ. അപ്പൊ നോക്കി, ഒരു പബ്ലിക്കിന്റെ അല്ലെങ്കിൽ ഒരു പൊതുജനത്തിന്റെ അഭിപ്രായത്തെ സ്വാധീനിക്കണമെങ്കിൽ എന്തിലൂടെയൊക്കെ? നല്ല സ്വഭാവത്തിലൂടെയും നല്ല യഥാർത്ഥമായിട്ടുള്ള പ്രകടനത്തിലൂടെയുമാണ് നമുക്കിത് സാധിക്കുന്നത്. ഓൺ ദ ബേസിസ് ഓഫ് മ്യൂച്വലി സാറ്റിസ്ഫാക്ടറി ടു വേ കമ്മ്യൂണിക്കേഷൻ, രണ്ടുപേർക്കും പരസ്പരം തൃപ്തികരമായിട്ടുള്ള രീതിയിലുള്ള ഒരു ടു വേ കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ആശയവിനിമയത്തിലൂടെയുമാണ് നമുക്ക് ആ ഒരു പബ്ലിക്കിന്റെ അല്ലെങ്കിൽ പൊതുജനത്തിന്റെ അഭിപ്രായത്തെ സ്വാധീനിക്കാൻ സാധിക്കുക. അങ്ങനെ ഒരു സംഘടിത പ്രക്രിയയാണ്
പബ്ലിക് റിലേഷൻ എന്ന് പറയുന്നത്. നമുക്ക് ഇവിടെ ഒരു പബ്ലിക് റിലേഷൻ, ഒരു ഹോസ്പിറ്റലിനെ വെച്ച് നോക്കുമ്പോൾ നിങ്ങൾ നോക്കി, ഒരു ഹോസ്പിറ്റലിൽ നല്ലൊരു പബ്ലിക് റിലേഷൻ ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ അതൊരു സംഘടിത പ്രക്രിയയാണ്. എങ്ങനെയുള്ളൊരു സംഘടിത പ്രക്രിയയാണ്? അവിടെ പൊതുജനങ്ങൾ, പബ്ലിക് റിലേഷൻ ഉണ്ടാകണമെങ്കിൽ അതിന് സ്വാഭാവികമായിട്ടും ആ പൊതുജനങ്ങളെ നമ്മൾ സ്വാധീനിക്കണം, അല്ലെ? പല പല കാര്യങ്ങൾ ചെയ്തു കൊടുത്തുകൊണ്ട് പൊതുജനങ്ങളെ സ്വാധീനിക്കണം. അങ്ങനെ പൊതുജനങ്ങളെ സ്വാധീനിക്കണമെങ്കിൽ ആ പൊതുജനങ്ങൾ ആ ഹോസ്പിറ്റലിലേക്ക് വരുമ്പോൾ അവരോട് നല്ല സ്വഭാവത്തിൽ പെരുമാറണം, അല്ലെ? യഥാർത്ഥമായ രീതിയിൽ, നല്ല രീതിയിൽ അവർക്ക് പെർഫോമൻസുകൾ കൊടുക്കണം, നല്ല രീതിയിൽ പ്രകടനം അവരുടെ മുന്നിൽ കാഴ്ചവെക്കണം. അതുപോലെ അവരുമായിട്ട് നല്ല രീതിയിലുള്ളൊരു മ്യൂച്വലി സാറ്റിസ്ഫാക്ടറി, അവർക്കും നമുക്കും തൃപ്തികരമായ രീതിയിലുള്ളൊരു ആശയവിനിമയവും നടത്തിയെടുക്കുന്നതിലൂടെയാണ് നമുക്ക് ആ പബ്ലിക്കിന്റെ ഒപ്പീനിയൻ അല്ലെങ്കിൽ അവരുടെ ആ ഒരു അഭിപ്രായത്തെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ അല്ലെങ്കിൽ സ്വാധീനിക്കാൻ സാധിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു സംഘടിത പ്രക്രിയയാണ് പബ്ലിക് റിലേഷൻ എന്ന് പറയുന്നു. ക്ലിയർ ആണോ? രണ്ടാമത്തെ ഡെഫിനിഷൻ മനസ്സിലായോ? ഇനി റിപ്പീറ്റ് ചെയ്യണോ? എന്താണ്? ഒരു റിപ്ലൈ ഇല്ലല്ലോ. ഒന്ന് റിപ്ലൈ ചെയ്തേ. മിസ്സിംഗ് മനസ്സിലാവുന്നില്ല, നിങ്ങൾക്ക് ക്ലിയർ ആ കിട്ടിയോ? ഒന്നുകൂടി പറയണം. ഓക്കെ, രണ്ടാമത്തെ ഡെഫിനിഷൻ ആണോ? രണ്ട് ഡെഫിനിഷനും പറയണോ? രണ്ടും പറയണം. ഓക്കെ. അപ്പൊ കിട്ടാത്തവരുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. രണ്ട് ഡെഫിനിഷൻ ആണ് പറയുന്നത്. ഒന്നാമത്തത് ജോൺ മില്ലറ്റിന്റെ ഡെഫിനിഷൻ ആണ്. ജോൺ മില്ലറ്റിന്റെ ഡെഫിനിഷനിൽ പറയുന്നത് പബ്ലിക് റിലേഷൻ മീൻസ് നോയിങ് what the public hopes for and explaining how administration is satisfying its desires. അതായത് പബ്ലിക് റിലേഷൻ എന്ന് പറഞ്ഞാൽ അതായത് നമ്മുടെ പബ്ലിക് അല്ലെങ്കിൽ പൊതുജനങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ എന്താണോ പൊതുജനങ്ങൾ നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് അത് അറിയുകയും ഭരണകൂടം ആ പൊതുജനങ്ങളുടെ ആഗ്രഹങ്ങളെ തൃപ്തിപ്പെടുത്തുന്നതിന് വേണ്ടി എന്തൊക്കെ കാര്യങ്ങളാണോ ചെയ്യുന്നത് അതിനെ വിശദീകരിക്കുന്നതിനെയാണ് പബ്ലിക് റിലേഷൻ എന്നാണ് പറയുന്നത് ഒന്നാമത്തെ ഡെഫിനിഷനിൽ. അതായത് ആ ഹോസ്പിറ്റലിലേക്ക് ഒരു പേഷ്യന്റ് വരുമ്പോ അല്ലെങ്കിൽ പബ്ലിക്കിന് ആ ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടുന്ന കുറെ സർവീസുകളെ കുറിച്ച് കുറെ പ്രതീക്ഷകൾ ഉണ്ടാവും, അതിൽ കുറെ ഹോപ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ കുറെ എക്സ്പെക്ടേഷൻസ് ഉണ്ടാവും. ആ പ്രതീക്ഷകൾക്കനുസരിച്ച് അപ്പൊ എന്താണോ അവർ പ്രതീക്ഷിക്കുന്നത് ആ പ്രതീക്ഷകൾ മനസ്സിലാക്കുകയും അവിടുത്തെ അഡ്മിനിസ്ട്രേഷൻ വിഭാഗം ആ ആഗ്രഹങ്ങൾക്കനുസരിച്ചുള്ള തൃപ്തികരമായ രീതിയിൽ ആ ആഗ്രഹങ്ങൾ നിറവേറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്യുമ്പോഴാണ് അവരൊരു പബ്ലിക് റിലേഷൻ നമുക്ക് നിലനിർത്താൻ സാധിക്കുന്നത്. ഒന്നാമത്തെ ഡെഫിനിഷൻ ഓക്കെയാണോ? ഓക്കെയാണോ? ഓക്കെ. രണ്ടാമത്തെ ഡെഫിനിഷനിൽ പറയുന്നത് പബ്ലിക് റിലേഷൻ എന്ന് പറഞ്ഞാൽ ഇതൊരു ഓർഗനൈസ്ഡ് പ്രോസസ് അല്ലെങ്കിൽ ഒരു സംഘടിത പ്രക്രിയയാണ്. അപ്പൊ നമുക്ക് ഈ ഒരു പബ്ലിക് റിലേഷൻ ഒരു ഹോസ്പിറ്റലിൽ ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ നിങ്ങൾക്കൊന്ന് കണക്ട് ചെയ്യാൻ വേണ്ടി മിസ് കേസ് ഒക്കെ പറഞ്ഞിട്ടാ. അപ്പൊ നമ്മളൊരു പബ്ലിക് റിലേഷൻ ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ ആ ഹോസ്പിറ്റലുകാർ എങ്ങനെയാണ് നമുക്ക് ആ ഒരു ഹോസ്പിറ്റലിനോട് നല്ലൊരു റിലേഷൻഷിപ്പ് വരണമെങ്കിൽ നമ്മൾ ആ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ അവരോട് നല്ല രീതിയിൽ നല്ല സ്വഭാവത്തിൽ നമ്മളുള്ളവർ പെരുമാറണം. വേണ്ടേ? അല്ലെങ്കിൽ നമുക്ക് ആ ഹോസ്പിറ്റലിൽ ഇഷ്ടമാകുമോ? ഇല്ല, നമ്മൾ പിന്നെ പോകാനേ തോന്നില്ല അല്ലെ നമുക്ക്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? അപ്പൊ അവിടെ പബ്ലിക്കിന്റെ അല്ലെങ്കിൽ ആ പൊതുജനങ്ങളുടെ അഭിപ്രായത്തെ സ്വാധീനിക്കണമെങ്കിൽ ആ ഹോസ്പിറ്റൽ എങ്ങനെയായിരിക്കണം? നല്ല ഗുഡ് സൗണ്ട് ക്യാരക്ടറിലൂടെ അല്ലെങ്കിൽ നല്ല സ്വഭാവത്തിലൂടെയും നല്ല പെരുമാറ്റങ്ങളിലൂടെയും നല്ല യഥാർത്ഥമായിട്ടുള്ള പ്രകടനങ്ങളിലൂടെയും നല്ല രീതിയിൽ രണ്ടു കൂട്ടർക്കും തൃപ്തികരമായ രീതിയിലുള്ളൊരു ആശയവിനിമയത്തിലൂടെയുമാണ് ആ പബ്ലിക്കിനെ നമുക്ക് സ്വാധീനിക്കാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ ഒരു സംഘടിത പ്രക്രിയയാണ് പബ്ലിക് റിലേഷൻ എന്നാണ് രണ്ടാമത്തെ ഡെഫിനിഷനിൽ പറയുന്നത്. ക്ലിയർ ആണോ? മനസ്സിലായോ? ഓക്കെ ആണോ? ഓക്കെ. അപ്പൊ അടുത്തത് നീഡ് ഓഫ് പബ്ലിക് റിലേഷൻ. ഇനി പബ്ലിക് റിലേഷന്റെ ആവശ്യകത എന്താണ്? അല്ലെങ്കിൽ ഒരു പൊതുജന സമ്പർക്കം ഒരു ഹോസ്പിറ്റലിൽ എന്തിനാണ് അല്ലെ? അതാണ് നോക്കുന്നത് കേട്ടോ.
അതിലൊന്നാമത്തത് enlarge visibility for the hospital, employees, പ്രോഗ്രാംസ് ആൻഡ് സർവീസസ്. അതായത് ഇപ്പൊ ഒരു ഹോസ്പിറ്റലിൽ പബ്ലിക് റിലേഷൻ നിലനിർത്തുക എന്ന് പറഞ്ഞാൽ ശരിക്കും ആ ഹോസ്പിറ്റലിന്റെ റെപ്യൂട്ടേഷൻ അല്ലെങ്കിൽ ഒരു പ്രശസ്തിയൊക്കെ നമുക്ക് അതിലൂടെ ഉയർത്തിക്കൊണ്ടുവരാൻ സാധിക്കും. ആ ഹോസ്പിറ്റലിനെ മൊത്തത്തിലാവാം, അല്ലെങ്കിൽ അവിടുത്തെ ജീവനക്കാര്, അതുപോലെ ഹോസ്പിറ്റലിലെ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള പലതരത്തിലുള്ള പ്രോഗ്രാംസുകൾ നമ്മൾ കണ്ടക്ട് ചെയ്യാറുണ്ട്, പലതരത്തിലുള്ള സർവീസുകൾ ആ ഹോസ്പിറ്റലിൽ നൽകാറുണ്ട്. ഇതിന്റെയൊക്കെ ആ ഒരു വിസിബിലിറ്റി അല്ലെങ്കിൽ ദൃശ്യപാരത എൻലാർജ് ചെയ്യാൻ അല്ലെങ്കിൽ വർദ്ധിപ്പിക്കാൻ സാധിക്കുന്നുണ്ട്. നമ്മൾ ഈ ഒരു പബ്ലിക് റിലേഷൻ ഒക്കെ വെക്കുമ്പോ അപ്പൊ നമുക്ക് ഇപ്പൊ നമ്മൾ പഠിക്കുന്നുണ്ട് ഓപ്പൺ ഡേ ഹൗസ് പോലെയുള്ള ആനുവൽ ഡേ പ്രോഗ്രാമുകൾ നടത്താറുണ്ട് ഹോസ്പിറ്റലിൽ. എന്തിനു വേണ്ടിയാന്ന് വെച്ച് കഴിഞ്ഞാല് ആ ഹോസ്പിറ്റലിൽ നൽകുന്ന സേവനങ്ങള് അല്ലെങ്കിൽ പ്രോഗ്രാമുകള്, സർവീസുകള്, അവിടുത്തെ എംപ്ലോയീസിന്റെ വർക്കിംഗ് കാര്യങ്ങള് മുതലായ കാര്യങ്ങളൊക്കെ നമുക്ക് നേരിട്ട് കണ്ട് ബോധ്യപ്പെടാനായിട്ടുള്ളതും മനസ്സിലാക്കാനുമുള്ള അവസരങ്ങളൊക്കെ ഇപ്പൊ നമ്മുടെ ഹോസ്പിറ്റലുകളിൽ നൽകാറുണ്ട്. ഇപ്പൊ ഹോസ്പിറ്റലിലേക്ക് ചിലവര് വിസിറ്റ് ചെയ്യാൻ പോവാറുണ്ട്, കേട്ടിട്ടുണ്ടോ? ഹോസ്പിറ്റൽ വിസിറ്റുകളൊക്കെ ഇപ്പൊ അലൗഡാണ്. മുൻപ് നമ്മുടെ ഹോസ്പിറ്റലൊക്കെ നമ്മൾ കേട്ടുമായിരുന്നു. അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ കാണാൻ, ഇപ്പൊ ഓരോ എക്യുപ്മെന്റ്സുകളെ കുറിച്ച്, അവിടുത്തെ ഉള്ളിൽ നടക്കുന്ന പ്രവർത്തനങ്ങളെ കുറിച്ച്. ഓപ്പൺ ഡേ ഹൗസ് എന്ന് പറയുന്നത് നമ്മുടെ സ്കൂളുകളിലൊക്കെ കുട്ടികൾക്ക് ഓപ്പൺ ഡേ ഹൗസുകൾ നടത്താറില്ലേ? അമ്മമാരൊക്കെ ആണെങ്കിൽ അറിയാൻ പറ്റും. നമ്മൾ ആ സ്കൂളിലെ പ്രവർത്തനങ്ങളും അവിടുത്തെ ടീച്ചേഴ്സ്, അവിടുത്തെ ആക്ടിവിറ്റീസ് എങ്ങനെയാണ് ഇതൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ പോവാറ് അല്ലെ? ഓപ്പൺ ഡേ ഹൗസ് എന്ന് പറയുന്നത് ഒരു സെറ്റ് ചെയ്തിട്ട്. അപ്പൊ അതുപോലെ നമ്മുടെ ഹോസ്പിറ്റലും ഇതുപോലെ അവിടുത്തെ എംപ്ലോയീസ് വർക്ക് ചെയ്യുന്നുണ്ടോ, ആ ഹോസ്പിറ്റലിലെ മൊത്തത്തിലുള്ള കാര്യങ്ങൾ എങ്ങനെയാണ്, അവിടുത്തെ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോഗ്രാമുകൾ എങ്ങനെയാണ് നടക്കുന്നത്, സർവീസുകൾ എങ്ങനെയാണ് നടക്കുന്നത്, ഇതെല്ലാം നമുക്ക് നേരിൽ കണ്ട് മനസ്സിലാക്കാനും അറിവ് ലഭിക്കുന്നതിന് വേണ്ടി ഇങ്ങനെയുള്ള ഓപ്പൺ ഡേ ഹൗസുകൾ പോലെയുള്ള വിസിറ്റിംഗ് പ്രോഗ്രാമുകളൊക്കെ നടത്താറുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടത്തുന്നതിലൂടെ ആ ഹോസ്പിറ്റലിലെ ആ ഒരു വിസിബിലിറ്റി, നമുക്ക് കുറെ കാര്യങ്ങൾ അറിയാതിരിക്കുന്ന പല കാര്യങ്ങളും ഇങ്ങനെയുള്ള പ്രോഗ്രാംസ് വഴി ആ ഹോസ്പിറ്റലിന്റെ ആ ഒരു സുതാര്യത അല്ലെങ്കിൽ ആ ഒരു വിസിബിലിറ്റി, ദൃശ്യകാര്യതയൊക്കെ നമുക്ക് വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കും. മനസ്സിലായോ? ഫസ്റ്റ് പോയിന്റ് എന്താന്ന് ക്ലിയർ ആയോ? ഇനി പഠിക്കുമ്പോൾ നമ്മൾ അതിനെ കുറിച്ച് കൂടുതലായിട്ട് പഠിക്കുന്നുണ്ട് കേട്ടോ. രണ്ടാമത്തത് പൊസിഷൻ ദ ഹോസ്പിറ്റൽ as a healthcare leader or authority within the community or region. ഏതെങ്കിലും ഒരു കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ പ്രദേശത്തുള്ള ഒരു ഹെൽത്ത് കെയർ ലീഡർ അല്ലെങ്കിൽ ഒരു ആരോഗ്യ പരിചരണ നേതാവ് അല്ലെങ്കിൽ അധികാരി എന്ന പൊസിഷനിലേക്ക് ഈ ഹോസ്പിറ്റലിനെ സ്ഥാപിപ്പിക്കാനായിട്ട്, അല്ലെങ്കിൽ ആ ഒരു പ്രദേശത്തുള്ള ഒരു നമ്മുടെ ഹോസ്പിറ്റൽ, ഇപ്പൊ നമ്മുടെ ഒരു പ്രദേശത്ത്, നമ്മൾ താമസിക്കുന്ന പ്രദേശത്ത് നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി ആശ്രയിക്കുന്ന ഒരു ഹോസ്പിറ്റൽ ഉണ്ടാവില്ലേ? ഉണ്ടാവില്ലേ? നമ്മൾ താമസിക്കുന്ന പ്രദേശത്ത് നമ്മൾ എന്ത് കാര്യം വന്നാലും, അത്യാവശ്യം എന്തൊരു കാര്യം വന്നാലും പെട്ടെന്ന് പോകുന്ന അല്ലെങ്കിൽ നമ്മൾ ആശ്രയിക്കുന്ന ഒരു ഭൂരിഭാഗം ആ ഒരു ഏരിയയിൽ താമസിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു കമ്മ്യൂണിറ്റിയിൽ താമസിക്കുന്ന ഭൂരിഭാഗം പേരും ആശ്രയിക്കുന്ന ഒരു ഹോസ്പിറ്റൽ ഉണ്ടാവും അല്ലെ? അത് ചിലപ്പോൾ ഗവൺമെന്റ് ഹോസ്പിറ്റലുകളാവാം, അല്ലെങ്കിൽ ചില പബ്ലിക് നമ്മുടെ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളൊക്കെ തന്നെയും ആവാം. എന്തും ആയിക്കോട്ടെ, ഏതൊരു ഹോസ്പിറ്റലും ആയിക്കോട്ടെ, ഹോസ്പിറ്റൽ അതെന്താണ്? ആ ഒരു ഏരിയയിലെ ആരോഗ്യ പരിചരണവുമായി ബന്ധപ്പെട്ട ഒരു നേതാവ് അല്ലെങ്കിൽ ഒരു അധികാരി എന്ന സ്ഥാനത്താണ് അവർ നിൽക്കുക. ആണോ? അല്ലെ? നമുക്ക് ഹെൽത്ത് റിലേറ്റഡ് ആയിട്ട് എന്ത് പ്രോബ്ലം വന്നാലും നമ്മൾ ആ ഒരു ഹോസ്പിറ്റലിലെയാണ് സമീപിക്കുന്നത്, ആണല്ലോ? അല്ലെങ്കിൽ നമുക്ക് ആവശ്യമായ ആരോഗ്യ പരിചരണങ്ങൾ നൽകാനുള്ള ഒരു അധികാരം നമ്മൾ അവരെയാണ് ഏൽപ്പിക്കുന്നത് അല്ലെ? അതുകൊണ്ടല്ലേ നമ്മൾ ആ ഹോസ്പിറ്റലിൽ തന്നെ പിന്നെയും ആശ്രയിച്ച് അവിടേക്ക് പോകുന്നത്, ആണോ? അപ്പൊ ഇവിടെയും എന്താ ഉദ്ദേശിക്കുന്നത്? ദ പൊസിഷൻ ഇൻ ദ ഹോസ്പിറ്റൽ ആസ് എ ഹെൽത്ത് കെയർ ലീഡർ അതോറിറ്റി വിത്തിൻ ദ കമ്മ്യൂണിറ്റി ഓർ റീജിയൻ. ആ ഒരു പർട്ടിക്കുലർ പ്രദേശത്തോ അല്ലെങ്കിൽ ആ ഒരു ഏരിയയിലോ ആ ഒരു കമ്മ്യൂണിറ്റിയിലോ ആരോഗ്യ സംരക്ഷണ നേതാവ് അല്ലെങ്കിൽ അതുപോലെ തന്നെ അതിന്റെ അധികാരിയായും ആശുപത്രിയെ സ്ഥാപിക്കാനായിട്ട് ഈ പബ്ലിക് റിലേഷൻ സഹായിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ നല്ല രീതിയിൽ ഒരു പബ്ലിക് റിലേഷൻ ഒരു ആശുപത്രി ആയതുകൊണ്ടാണ് അത്രയും പൊതുജനങ്ങൾ ആ ആശുപത്രിയിലേക്ക് സമീപിക്കുന്നത്, ആണല്ലോ? അതേസമയം നല്ലൊരു റിലേഷൻഷിപ്പ് ഇല്ല, പബ്ലിക് റിലേഷൻ ഇല്ലാത്തൊരു ഹോസ്പിറ്റൽ ആണെങ്കിൽ നമ്മൾ ഇതിന്റെ അവിടെ പോകാൻ താല്പര്യം കാണിക്കോ?
പോകാൻ താല്പര്യം കാണിക്കുമോ നമ്മള്? ഇല്ല അല്ലെ? അപ്പൊ ഇവിടെ ആ ഒരു ആശുപത്രി നല്ലൊരു പബ്ലിക് റിലേഷൻ കീപ്പ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മൾ ആ ഒരു ആശുപത്രിയെ എന്ത് സ്ഥാനത്താണ് കാണുന്നത്? നമ്മുടെ ആരോഗ്യ പരിചരണവുമായി ബന്ധപ്പെട്ട ഒരു നേതാവ് അല്ലെങ്കിൽ അധികാരി എന്ന സ്ഥാനത്ത് ആ ഒരു ഹോസ്പിറ്റലിനെ നമ്മൾ സ്ഥാപിക്കണമെങ്കിൽ ആ ഹോസ്പിറ്റല് നല്ലൊരു പബ്ലിക് റിലേഷൻ കീപ്പ് ചെയ്യുന്ന ഹോസ്പിറ്റൽ ആയിരിക്കണം. ക്ലിയർ ആണോ? രണ്ടാമത്തെ പോയിന്റ് മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ. മൂന്നാമത്തത് ഇൻക്രീസ് awareness of the hospital total range of programs and services. ഇനി നല്ലൊരു പബ്ലിക് റിലേഷനിലൂടെ നല്ല ആശയവിനിമയത്തിലൂടെയൊക്കെ ആ ഹോസ്പിറ്റലിന്റെ മൊത്തത്തിലുള്ള എല്ലാ പ്രോഗ്രാമുകളെ കുറിച്ചും എല്ലാ സർവീസുകളെ കുറിച്ചുമുള്ള മൊത്തത്തിലുള്ള ആ ഒരു റേഞ്ച് അല്ലെങ്കിൽ ആ ഒരു വ്യാപ്തി എത്രത്തോളമാണ് എന്ന് അവയർനെസ് അല്ലെങ്കിൽ ഒരു അവബോധം വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നുണ്ട്. നല്ലൊരു പബ്ലിക് റിലേഷൻ എന്ന് പറയുമ്പോൾ അവിടെ നല്ല രീതിയിലുള്ള ഒരു ആശയവിനിമയം അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിക്കേഷൻ നടത്തുന്നത് കൊണ്ട് തന്നെ ആ ഹോസ്പിറ്റലിലുള്ള എല്ലാ പ്രോഗ്രാമുകളെ കുറിച്ചും സർവീസുകളെ കുറിച്ചും നമുക്ക് പൊതുജനങ്ങളിൽ ഒരു അവയർനെസ് വർദ്ധിപ്പിക്കാൻ സാധിക്കുന്നുണ്ട്. Then enhance the hospital image. നല്ലൊരു പബ്ലിക് റിലേഷൻ ഉള്ള ഹോസ്പിറ്റൽ ആണെങ്കിൽ ആ ഹോസ്പിറ്റലിനെ കുറിച്ചുള്ള ചിത്രം അല്ലെങ്കിൽ പ്രതിച്ഛായ ഓരോരുത്തരുടെയും മനസ്സിൽ മികച്ചതാക്കാൻ അല്ലെങ്കിൽ ഉയർത്തിക്കൊണ്ടുവരാൻ സഹായിക്കുന്നുണ്ട്. Then assist in recruitment and retention of employees. ഇപ്പൊ ഒരു നല്ല പബ്ലിക് റിലേഷൻ ഉള്ള ഒരു ഹോസ്പിറ്റലാണ്. അതായത് നിങ്ങളിപ്പോ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പഠിച്ചു കഴിഞ്ഞു, നിങ്ങൾ ജോലിക്ക് വേണ്ടി സെർച്ച് ചെയ്യാന്ന് വിചാരിക്കാം. അപ്പൊ ഒരു ഹോസ്പിറ്റലിലെ വേക്കൻസി വന്നു, നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ആ ഒരു ഹോസ്പിറ്റലിനെ കുറിച്ച് എന്ത് ചെയ്യും? അന്വേഷണം നടത്തില്ലേ? നല്ല ഹോസ്പിറ്റലാണോ, എവിടെയാണ്, എങ്ങനെയാണ്, ഓക്കെ ആണോ, നല്ല ഹോസ്പിറ്റലാണോ എന്നൊക്കെ നമ്മൾ അന്വേഷിക്കില്ലേ? അന്വേഷിക്കോ? ഓക്കെ. അപ്പൊ നമ്മൾ അന്വേഷിക്കുന്ന സമയത്ത് എല്ലാവരിൽ നിന്നും നല്ലൊരു അഭിപ്രായമാണ് ആ ഹോസ്പിറ്റലിനെ കുറിച്ച് കിട്ടുന്നതെന്ന് വിചാരിക്കാം. നമുക്കപ്പോ അവിടെ ഒരു റിക്രൂട്ട്മെന്റ് നടന്നു, നമ്മൾ അവിടെ ജോലിക്ക് പോയി, നമ്മൾ അവിടെ എന്ത് ചെയ്തു, നമ്മൾ അവിടെ നിയമിച്ചു. അങ്ങനെയാണെങ്കിൽ ഒരു നല്ല ഹോസ്പിറ്റലാണ്, നല്ലൊരു പബ്ലിക് റിലേഷൻ അതിനുള്ളിലുള്ള ജീവനക്കാരുമായിട്ടും അതുപോലെ പുറം ലോകവുമായിട്ടും നല്ലൊരു പബ്ലിക് റിലേഷൻ കീപ്പ് ചെയ്യുന്ന ഒരു സ്ഥാപനത്തിലാണ് നിങ്ങൾ ജോലിയിൽ പ്രവേശിച്ചിരിക്കുന്നതെങ്കിൽ നിങ്ങൾ അവിടെ തുടരുമോ പിരിഞ്ഞു പോരുമോ? എന്താണ് ചെയ്യാ? കണ്ടിന്യൂ ചെയ്യോ? എന്താണ് ഒരു റിപ്ലൈ ഇല്ലല്ലോ? നിങ്ങള് ഇത്രയും പേര് 25 പേരുണ്ടായിട്ട് ആരും റിപ്ലൈ ചെയ്യുന്നില്ല. എന്താണ്, ഉറക്കം ക്ഷീണമായിട്ടിരിക്കുകയാണോ? ഫുഡൊന്നും കഴിച്ചില്ലേ? തുടരും അല്ലെ? നമ്മൾ കണ്ടിന്യൂ ചെയ്യും. കാരണം നമുക്ക് ആ ഒരു എൻവയോൺമെന്റ് നമ്മളോട് നന്നായിട്ട് ബിഹേവ് ചെയ്യുന്നുണ്ട്, നല്ല രീതിയിൽ നമ്മളോട് റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യുന്നത് കൊണ്ട് തന്നെ പുറത്തുള്ള ആളുകളോടും അതേ രീതിയിൽ കീപ്പ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അവിടുത്തെ എംപ്ലോയീസ് അവിടെ നിലനിർത്താനായിട്ടും ഇത് സഹായിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. അതാണ് അസിസ്റ്റന്റ് റിക്രൂട്ട്മെന്റ്. ഇപ്പൊ അങ്ങനെ ഒരു സ്ഥാപനം ഒരു റിക്രൂട്ട്മെന്റ് നടത്തിയാല് ഒത്തിരി ജീവനക്കാരെ അവർക്ക് ഇതിലൂടെ കിട്ടുകയും ചെയ്യും. വന്ന് നിയമിച്ചിരിക്കുന്ന ജീവനക്കാർ, നിലവിൽ വർക്ക് ചെയ്യുന്ന ജീവനക്കാർ അവിടെ തുടർന്നു പോവാനും ഇത് സഹായിക്കും. നല്ലൊരു പബ്ലിക് റിലേഷന്റെ ഗുണങ്ങളാണ് ഇവിടെ പറയുന്നത് കേട്ടോ. ആക്ട് ആസ് എ ഫൗണ്ടേഷൻ വെൻ അൺറിയൽ ന്യൂസ് അബൌട്ട് ദ ഹോസ്പിറ്റൽ ഹാപ്പൻ. നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഹോസ്പിറ്റൽ, നമുക്ക് ഏറ്റവും കൂടുതൽ പോവാൻ താല്പര്യമുള്ള ഹോസ്പിറ്റലിനെ കുറിച്ച് ഒരു ന്യൂസ് കേൾക്കാൻ, അവിടെ ഇന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്, മോശമായ രീതിയിൽ അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള കാര്യങ്ങളല്ല നടക്കുന്നത് എന്നൊരു ന്യൂസ് കേട്ടാൽ നിങ്ങൾ അത് വിശ്വസിക്കുകയോ ഇല്ലയോ? വിശ്വസിക്കുകയോ? നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഹോസ്പിറ്റലിനെ കുറിച്ച് നമുക്ക് അത് കേട്ടാൽ ഇല്ല. അതെന്തുകൊണ്ടാണ് വിശ്വസിക്കാതെ? ആ ഹോസ്പിറ്റലിനെ പറ്റി നമുക്ക് അത്രയും വിശ്വാസം നമ്മുടെ മനസ്സിലുള്ളത് കൊണ്ടാണ് അല്ലെ? കാരണം ആ ഹോസ്പിറ്റലിൽ നമ്മൾ ചെല്ലുമ്പോൾ നമ്മളോട് കാണിക്കുന്ന പെരുമാറുന്ന ബിഹേവിയർ അല്ലെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പ് നന്നായി കീപ്പ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മൾ ആ ഹോസ്പിറ്റലിനെ കുറിച്ച് ഒരു അൺറിയൽ ആയിട്ടുള്ള, യഥാർത്ഥമല്ലാത്ത അല്ലെങ്കിൽ ഫേക്ക് ആയിട്ടുള്ള ഒരു ന്യൂസുകൾ കേട്ടാൽ ഒരിക്കലും അവിടെ എന്ത് ചെയ്യുന്നില്ല, അത് ആ ഹോസ്പിറ്റലിനെ ബാധിക്കാത്ത രീതിയിൽ ഈ പബ്ലിക് റിലേഷൻ ഒരു അടിസ്ഥാനം അല്ലെങ്കിൽ ഫൗണ്ടേഷൻ ആയി പ്രവർത്തിക്കുന്നത് കൊണ്ട് തന്നെ ആ ഒരു ഹോസ്പിറ്റലിനെ അത് ബാധിക്കുകയുമില്ല. ആ ഹോസ്പിറ്റലിനെ മറ്റ് ആളുകൾ അതിനെ എന്ത് ചെയ്യില്ല, വിശ്വസിക്കുകയും ഇല്ല.
ഓക്കെ അല്ലേ? ലാസ്റ്റ് പറയുന്നത് ഇംപ്രൂവ് എംപ്ലോയി മൊറൽ. അതായത് നമ്മൾ നല്ല രീതിയിൽ ഒരു പബ്ലിക് റിലേഷൻ കീപ്പ് ചെയ്യുന്ന ഹോസ്പിറ്റലാകുമ്പോൾ ഒത്തിരി ആളുകൾ അവിടേക്ക് വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ കൂടുതൽ ആളുകളുമായിട്ട് ഇടപഴകൽ നടത്തുമ്പോൾ നമ്മളൊരു നമ്മൾ വീട്ടിലെ ആളുകൾ മാത്രമായിട്ട് ഇടപഴകുന്ന ആളുകൾക്കാണോ, അതിൽ പുറത്തിറങ്ങി എല്ലാവരുമായിട്ട് മിങ്കിൾ ചെയ്ത് കുറെ കാര്യങ്ങൾ മനസ്സിലാക്കി ചെയ്യുന്ന ആളുകൾക്കാണോ കോൺഫിഡൻസ് കൂടുക? ആർക്കാണ് കൂടുക? ആ വീട്ടിലിരുന്ന് ചെയ്യുന്ന ആൾക്കാണോ അതോ നമുക്ക് ഇറങ്ങിയ ആളുകളെ കണ്ട് പെരുമാറി സംസാരിച്ച് ചെയ്യുന്ന ആളുകൾക്കായിരിക്കും കോൺഫിഡൻസ് ലെവൽ കൂടുതൽ ഉണ്ടാവുക? ആർക്കായിരിക്കും? പുറത്തു പോകുന്ന വ്യക്തികൾക്കായിരിക്കും അല്ലെ, മിങ്കിൾ ചെയ്യുന്നവർക്കായിരിക്കും. അപ്പൊ ഇവിടെയും അതാണ്, നമ്മളൊരു പബ്ലിക് റിലേഷൻ ഒരു ഹോസ്പിറ്റൽ ആകുമ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ ഒത്തിരി ആളുകൾ അവിടേക്ക് വരും. അപ്പൊ അവരുമായിട്ട് നമ്മൾ നല്ല രീതിയിൽ ഇടപെടൽ നടത്തുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെയുള്ള ജീവനക്കാരുടെ മൊറയിൽ അല്ലെങ്കിൽ മനോവീര്യം അല്ലെങ്കിൽ ആ ഒരു കോൺഫിഡൻസ് മെച്ചപ്പെടുത്താനായിട്ട് അത് സഹായകമാണ്. അപ്പൊ നീഡ് ഓഫ് പബ്ലിക് റിലേഷൻ എന്ന് പറയുന്ന ഭാഗമാണ് എടുക്കുന്നത്. ഇതിൽ ഒന്നാമത് പറയുന്നത് ഹോസ്പിറ്റലിന്റെയും അവിടുത്തെ ജീവനക്കാരുടെയും ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോഗ്രാമുകളുടെയും സേവനങ്ങളുടെയും എല്ലാത്തിന്റെയും ആ ഒരു സുതാര്യത വർദ്ധിപ്പിക്കാനായിട്ട് പബ്ലിക് റിലേഷൻ സഹായിക്കുന്നു. രണ്ടാമതായി പറഞ്ഞത് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് നമ്മൾ ഏതൊരു ഹോസ്പിറ്റലാണോ നമ്മൾ ഒരു റീജിയനിൽ അല്ലെങ്കിൽ ആ ഒരു കമ്മ്യൂണിറ്റിയിൽ നമ്മുടെ ആ ഒരു നല്ല പബ്ലിക് റിലേഷൻ കീപ്പ് ചെയ്യുന്ന ആ ഹോസ്പിറ്റലിനെ ഒരു ഹെൽത്ത് കെയർ ലീഡർ അല്ലെങ്കിൽ ഒരു അതോറിറ്റി അല്ലെങ്കിൽ ആരോഗ്യ പരിചരണവുമായി ബന്ധപ്പെട്ട ഒരു അധികാരി എന്നൊരു സ്ഥാനത്തേക്ക് സ്ഥാപിക്കണമെങ്കിൽ ആ ഹോസ്പിറ്റൽ നല്ല പബ്ലിക് റിലേഷൻ കീപ്പ് ചെയ്യുന്ന ഒരു ഹോസ്പിറ്റൽ ആയിരിക്കണം. മൂന്നാമത് പറയുന്നത് ഹോസ്പിറ്റലിന്റെ മൊത്തത്തിലുള്ള എല്ലാ പ്രോഗ്രാമുകളെ കുറിച്ചും സേവനങ്ങളെ കുറിച്ചുമുള്ള മൊത്തത്തിലുള്ളൊരു അവയർനെസ് അല്ലെങ്കിൽ ഒരു അവബോധം മറ്റുള്ളവരിൽ വർദ്ധിപ്പിക്കണമെങ്കിൽ നല്ലൊരു പബ്ലിക് റിലേഷനിലൂടെയാണ് നമുക്കത് സാധിക്കുന്നത്. നാലാമത് പറഞ്ഞത് ഹോസ്പിറ്റലിന്റെ ആ ഒരു ഇമേജ് അല്ലെങ്കിൽ ആ ഒരു പ്രതിച്ഛായ നല്ല പബ്ലിക് റിലേഷൻ കീപ്പ് ചെയ്യുന്നതിലൂടെ വർദ്ധിപ്പിക്കാൻ സാധിക്കും. അഞ്ചാമത് പറഞ്ഞത് നല്ലൊരു പബ്ലിക് റിലേഷൻ കീപ്പ് ചെയ്യുന്ന ഒരു ഹോസ്പിറ്റൽ ആയതുകൊണ്ട് തന്നെ അവിടെ റിക്രൂട്ട്മെന്റിന് നല്ല രീതിയിലുള്ള സഹായങ്ങൾ, പുതിയതായിട്ടൊരു ആളുകളെ റിക്രൂട്ട് ചെയ്യുകയാണെങ്കിലും ഒത്തിരി ആളുകൾ ആ ഒരു ഹോസ്പിറ്റലിന്റെ പ്രശസ്തിയും അവരുടെ കാര്യങ്ങൾ പറഞ്ഞ് അവിടെ നിയമിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അവിടെ ജോലി ചെയ്യാൻ വേണ്ടി വരികയും ഇനി അവിടെ നിലവിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ അവിടെ തന്നെ തുടരാനും ഇത് സഹായിക്കുന്നുണ്ട്. ഫൗണ്ടേഷൻ വിത്ത് അൺറിയൽ ന്യൂസ് അബൌട്ട് ദ ഹോസ്പിറ്റൽ ഹാപ്പൻ. ആ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് ഫേക്ക് ആയിട്ടുള്ളത് അല്ലെങ്കിൽ യഥാർത്ഥമല്ലാത്ത എന്തൊരു ന്യൂസ് വന്നാലും ഈ ഒരു പബ്ലിക് റിലേഷൻ എന്ന് പറയുന്ന ഒരു നല്ലൊരു ഫാക്ട് അവിടെ ഉള്ളത് കൊണ്ട് തന്നെ അതൊരു ഫൗണ്ടേഷൻ അല്ലെങ്കിൽ ഒരു അടിസ്ഥാനമായിട്ട് പ്രവർത്തിച്ച് ആ ഹോസ്പിറ്റലിനെ അത് ബാധിക്കാതിരിക്കുകയും ചെയ്യുന്നു. ലാസ്റ്റ് പറയുന്നത് നല്ലൊരു പബ്ലിക് റിലേഷനിൽ ഒരു ഹോസ്പിറ്റൽ ആകുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഒത്തിരി ആളുകൾ വരികയും അവരുമായിട്ടൊക്കെ നല്ല രീതിയിൽ ഇടപെടലുകൾ നടത്തുന്നത് കൊണ്ട് തന്നെ അവിടെയുള്ള എല്ലാ എംപ്ലോയീസിന്റെയും മൊറയിൽ അല്ലെങ്കിൽ അവരുടെ മനോവീര്യം അല്ലെങ്കിൽ ആ ഒരു കോൺഫിഡൻസ് ഒക്കെ നമുക്ക് മെച്ചപ്പെടുത്തിയെടുക്കാനും സാധിക്കും. ക്ലിയർ ആണോ? വേഗം ഒന്ന് വായിച്ചു നോക്കിയേ. നീഡ് ഓഫ് പബ്ലിക് റിലേഷൻ ഏതെങ്കിലും പോയിന്റ്സ് റിപ്പീറ്റ് ചെയ്യണമെങ്കിൽ മിസ് പറഞ്ഞുതരാം കേട്ടോ. ഇൻക്ലൂഡഡ് ആയത് ഏത്, ഇൻക്ലൂഡഡ് അല്ലാത്തത് ഏത് എന്ന രീതിയിൽ ചോദിക്കും കേട്ടോ. വായിച്ചു കഴിയുമ്പോൾ ഒന്ന് റിപ്ലൈ ചെയ്യണേ. ഓക്കെ, ക്ലിയർ ആണോ? നീഡ് ഓഫ് പബ്ലിക് റിലേഷൻ. ഓക്കെ, അപ്പൊ നമ്മൾ അടുത്ത ഭാഗത്തേക്ക് പോവാണ് കേട്ടോ. നെക്സ്റ്റ് വരുന്നത് മെത്തേഡ്സ് ഓഫ് മെയിൻറ്റെയിനിങ് പബ്ലിക് റിലേഷൻ ഇൻ ദ കമ്മ്യൂണിറ്റി. അപ്പൊ നിങ്ങൾ ഒന്ന് രണ്ട് പ്രാവശ്യം വായിച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. ഫസ്റ്റ് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ട് തോന്നുമെങ്കിലും അത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. ആദ്യത്തെ ഭാഗം കുറച്ചൊന്ന് വായിച്ച് മനസ്സിലാക്കിയത് ഒരു ഒന്നോ രണ്ടോ പ്രാവശ്യം വായിച്ചു ഒന്ന് മനസ്സിരുത്തി വായിച്ചാൽ മനസ്സിലാവുന്ന ഭാഗമാണ്. ഇത് കഴിഞ്ഞ് വരുന്നത് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്.
മെത്തേഡ്സ് ഓഫ് മെയിൻറ്റെയിനിങ് പബ്ലിക് റിലേഷൻ ഇൻ ദ കമ്മ്യൂണിറ്റി. കമ്മ്യൂണിറ്റിയിൽ ഒരു പബ്ലിക് റിലേഷൻ നിലനിർത്തുന്നതിന് വേണ്ടി എന്തൊക്കെ മെത്തേഡുകൾ നമുക്ക് ഉപയോഗിക്കാം? അതിൽ രണ്ട് മെത്തേഡുകളാണ് പ്രധാനമായും ഉള്ളത്. ആ രണ്ട് മെത്തേഡിനെയും പേരൊന്ന് നോക്കി വെക്കണം കേട്ടോ. ഓപ്പറേറ്റീവ് മെത്തേഡോ കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡോ. മെത്തേഡ്സ് ഓഫ് മെയിൻറ്റെയിനിങ് പബ്ലിക് റിലേഷൻ എന്ന കമ്മ്യൂണിറ്റി, നമ്മുടെ കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ സമൂഹത്തില് പബ്ലിക് റിലേഷൻ നിലനിർത്തുന്നതിനുള്ള രീതികളാണ് രണ്ടെണ്ണം. ഓപ്പറേറ്റീവ് മെത്തേഡോ കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡോ. രണ്ട് മെത്തേഡ് ഏതൊക്കെയാണെന്ന് ചോദിക്കാറുണ്ട്. ഗോ എന്നുള്ള ഓപ്ഷൻ ഒക്കെയാണ് തരാറുണ്ട്. ഓപ്പറേറ്റീവ് മെത്തേഡ് അതിൽ ഒന്നാമതാണ് ഓപ്പറേറ്റീവ് മെത്തേഡ്. ഓപ്പറേറ്റീവ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ദീസ് മെത്തേഡ്സ്, ഇപ്പൊ ഒരു ഓപ്പറേറ്റീവ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ എന്താ? പ്രവർത്തന രീതികളിലൂടെയും കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ആശയവിനിമയ രീതികൾ എന്നാണ് അർത്ഥം, അല്ലെ? ഇപ്പൊ നമുക്കൊരു ഹോസ്പിറ്റലില് പ്രവർത്തന രീതികളിലൂടെ, അവിടുത്തെ പ്രവർത്തനങ്ങളിലൂടെ നമുക്ക് നല്ലൊരു പൊതുജനങ്ങൾക്കിടയിൽ നല്ലൊരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കില്ലേ? പറ്റുമോ? ഒരു ഹോസ്പിറ്റലിലെ നല്ല പ്രവർത്തനങ്ങളിലൂടെ നമുക്ക് നല്ലൊരു പബ്ലിക് റിലേഷൻ ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ലേ? എന്താണ്? പറ്റും, അല്ലെ? അപ്പൊ അതുതന്നെയാണ് ഇവിടെയും ഓപ്പറേറ്റീവ് മെത്തേഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സിമ്പിൾ ആയിട്ട് നിങ്ങളത് മനസ്സിലാക്കി വെച്ചാൽ അതുമായിട്ട് കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം? കണക്ട് ചെയ്ത് വെക്കാൻ പറ്റും. അപ്പൊ ഹോസ്പിറ്റലിൽ ഒരു നല്ല പ്രവർത്തനങ്ങളിലൂടെ നമുക്ക് പൊതുജനങ്ങളുമായിട്ടുള്ളൊരു നല്ല ബന്ധം നമുക്ക് നിലനിർത്താൻ സാധിക്കും. ഇവിടെ ഓപ്പറേറ്റീവ് മെത്തേഡില് ദീസ് മെത്തേഡ്സ് ആർ ബേസിക്കലി റിലേറ്റഡ് ടു every aspects of a hospital operation, including those that are performed by workmen such as telephone operator, inquiries officer personnel, and admission office clerk. ഇവിടെ ഈ ഓപ്പറേറ്റീവ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ പ്രവർത്തനപരമായിട്ടുള്ള രീതികളാണ്. അപ്പൊ ആ ഹോസ്പിറ്റലിലെ എല്ലാ തരത്തിലുമുള്ള പ്രവർത്തനങ്ങളുടെയും എല്ലാ വശങ്ങളും ഈ രീതിയിൽ ഉൾപ്പെടുന്നുണ്ട്. അതായത് ഹോസ്പിറ്റലിലെ മൊത്തത്തിലുള്ള എല്ലാ പ്രവർത്തനങ്ങളും എല്ലാ വശങ്ങളിലുമുള്ള പ്രവർത്തനങ്ങളും ഈ ഒരു ഓപ്പറേറ്റീവ് മെത്തേഡിൽ ഉൾപ്പെടുന്നവയാണ്. അതായത് these are performing by workmen such as ഒരു ടെലിഫോൺ ഓപ്പറേറ്ററുടെയോ ഇൻക്വയറി ഓഫീസ് പേഴ്സണലോ അല്ലെങ്കിൽ അഡ്മിഷൻ ഓഫീസ് ക്ലർക്ക് മുതലായിട്ടുള്ള ഏതൊരു മേഖലയിലെ പ്രവർത്തനങ്ങൾ ആ ഹോസ്പിറ്റലിലെ എല്ലാ വശങ്ങളിലുമുള്ള ഒരു താഴെത്തട്ടിലോ അല്ലെങ്കിൽ മുകളിൽ പ്രവർത്തിക്കുന്നവരോ എന്നുള്ളൊരു വ്യത്യാസമൊന്നുമില്ലാതെ എല്ലാ വശങ്ങളിലുമുള്ള പ്രവർത്തനങ്ങളും ഈ ഒരു മെത്തേഡിൽ ഉൾപ്പെടുന്നുണ്ട്. And all those maintaining contact with patients as well as those working behind the screen share the same burden. അതായത് ഇപ്പൊ നേരിട്ട് നമ്മുടെ പേഷ്യൻസുമായിട്ട് കോണ്ടാക്റ്റിൽ വരുന്ന കുറെ ജീവനക്കാരുണ്ട്, അല്ലെ? ഇപ്പൊ ഡോക്ടേഴ്സ്, നഴ്സസ്, മറ്റ് പാരാമെഡിക്സ് മുതലായിട്ടുള്ള ആളുകള് പേഷ്യൻസുമായിട്ട് നേരിട്ട് കോണ്ടാക്റ്റിൽ വരുന്ന ഈ ബന്ധത്തിൽ വരുന്ന ആളുകളാണ്. അവര് മാത്രമല്ല, അല്ലാതെ വർക്കിംഗ് ബിഹൈൻഡ് ദ കർട്ടൻ, ഇതാ സ്ക്രീനിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ഒത്തിരി ആളുകളുണ്ട്, അല്ലെ? ഉണ്ടോ? ബില്ലിംഗ് സ്റ്റാഫുകള്, അക്കൗണ്ട്സ് കൈകാര്യം ചെയ്യുന്ന ആളുകള്, അപ്പൊ അങ്ങനെയുള്ള പിന്നിൽ പ്രവർത്തിക്കുന്ന ഒത്തിരി ആളുകളും ഉണ്ട്. അപ്പൊ അവരെല്ലാവരും കൂടി ഈ ഒരു കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഈ ഒരു നല്ല പ്രവർത്തനങ്ങളുടെ ആ ഒരു ഭാരം, ആ ഒരു ബർഡൻ എല്ലാവരും ഒരുമിച്ചാണ് എന്ത് ചെയ്യുന്നത്? പങ്കിടുന്നത്. അപ്പൊ അവരെ ഒരു വ്യക്തികൾ മാത്രം വിചാരിച്ചാൽ നമുക്ക് നല്ലൊരു പബ്ലിക് റിലേഷനോ നല്ല പ്രവർത്തനങ്ങളോ അവിടെ കാഴ്ചവെക്കാൻ പറ്റില്ല. അതിന് ആ സ്ഥാപനത്തിലെ എല്ലാവരും ഒരേപോലെ പ്രവർത്തിക്കണം, ആണല്ലോ. അപ്പൊ നമ്മളൊരു ഹോസ്പിറ്റലിലേക്ക് ചെല്ലുമ്പോ അവിടുത്തെ ഏതൊരു മേഖലയിലും അല്ലെങ്കിൽ ഏതൊരു വശത്തും നമ്മൾ പോയാലും അവിടെ നിന്ന് നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് നമ്മൾക്ക് അവർ നൽകുന്നതെങ്കിൽ നമുക്ക് ആ ഒരു ഹോസ്പിറ്റലിനോട് ഒരു ഇഷ്ടം വർദ്ധിക്കാനും നല്ലൊരു പബ്ലിക് റിലേഷൻ അവിടെ കീപ്പ് ചെയ്യാനും അവർക്ക് സാധിക്കും. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പൊ ഏതൊരു വശം, അതായത് ഏതൊരു മേഖലയുമായിക്കോട്ടെ, ആ ഹോസ്പിറ്റലിലെ എല്ലാ വശങ്ങളിലുമുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഈ ഒരു ഓപ്പറേറ്റീവ് മെത്തേഡിൽ വരുന്നതാണ്. ഓപ്പറേറ്റീവ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ നല്ല പ്രവർത്തനങ്ങളിലൂടെ നമുക്ക് നല്ലൊരു എന്ത് ചെയ്യണം? പബ്ലിക് റിലേഷൻ അല്ലെങ്കിൽ പൊതുജന ബന്ധം നിലനിർത്താൻ സാധിക്കണം. അതിനു വേണ്ടിയിട്ട് പേഷ്യൻസുമായിട്ട് നേരിട്ട് കോണ്ടാക്റ്റിൽ വരുന്ന ആളുകൾ മാത്രമല്ല അതിന്റെ ഭാഗം പങ്കിടേണ്ടത്, മറിച്ച് സ്ക്രീനിന് പിന്നിൽ പ്രവർത്തിക്കുന്നവരും ഒരേപോലെ പ്രവർത്തിച്ചാൽ മാത്രമേ ഈ ഒരു നല്ല പബ്ലിക് റിലേഷൻ ഈ പ്രവർത്തനങ്ങളിലൂടെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. ക്ലിയർ ആണോ? ഓപ്പറേറ്റീവ് മെത്തേഡിന്റെ ആദ്യ ഭാഗം ഓക്കെ ആണോ? ഓക്കെ. അടുത്തത് the three fundamental components of community operation. ഒരു കമ്മ്യൂണിറ്റിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ ഏറ്റവും
പ്രധാനപ്പെട്ട 3 അടിസ്ഥാന ഘടകങ്ങളാണ് പറയുന്നത്. ഒരു കമ്മ്യൂണിറ്റിക്ക് നല്ല രീതിയിലുള്ള പബ്ലിക് റിലേഷൻ കീപ്പ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ ഈ 3 അടിസ്ഥാന ഘടകങ്ങൾ നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം. അതായത് ഇപ്പൊ നമ്മളൊരു ഹോസ്പിറ്റലിലേക്ക് ചെല്ലുമ്പോൾ വളരെ ജോയ്ഫുൾ ആൻഡ് പൊളൈറ്റ് ബിഹേവിയർ ആണ്. അവര് നമ്മളോട് വളരെ സന്തോഷകരവും അതുപോലെ വളരെ മാന്യവുമായിട്ടുള്ള ഒരു പെരുമാറ്റമാണ് നമുക്ക് തരുന്നതെങ്കിൽ നമുക്ക് ആ ഹോസ്പിറ്റലിനെ ഇഷ്ടമാവും, അല്ലെ? ആൻഡ് ക്വിക്ക് ആൻഡ് എഫിഷ്യന്റ് ട്രീറ്റ്മെന്റ്, ഒത്തിരി സമയമൊന്നും നമ്മൾ വെയിറ്റ് ചെയ്യാതെ വളരെ വേഗത്തിലും കാര്യക്ഷമവുമായിട്ടുള്ള ഒരു ചികിത്സ നമുക്ക് തരികയാണ്. മൂന്നാമത്തത് ക്ലിയർ എൻവയോൺമെന്റ് ആൻഡ് വെൽ അപ്പിയറൻസ് ഓഫ് ദ വർക്കേഴ്സ്, നല്ല വ്യക്തമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് അവിടെ. അതുപോലെ വർക്കേഴ്സ് ആണെങ്കിലും വളരെ നല്ല അപ്പിയറൻസിലാണ് നമുക്ക് ഇവിടുത്തെ പ്രസന്റ് ചെയ്യുന്നത്. പിന്നെ ഈ ഒരു 3 കണ്ടീഷനും നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഒരു ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ നമ്മളോട് വളരെ മാന്യമായിട്ട് വളരെ സന്തോഷത്തോടു കൂടി അവര് പെരുമാറണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ്, അല്ലേ? ഇതൊക്കെ ആണോ? നിങ്ങൾ ആഗ്രഹിക്കാറുണ്ടല്ലോ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ നമ്മളോട് ഇങ്ങനെയൊക്കെ അവർ സംസാരിക്കണം എന്നൊക്കെ, ഇല്ലേ? ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ അങ്ങനെ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അവരോട് നല്ല രീതിയിൽ സന്തോഷത്തോടെ പെരുമാറുക, മാന്യമായ രീതിയിൽ പെരുമാറുക, അവർക്ക് വേഗത്തിലും വളരെ കാര്യക്ഷമമായിട്ട് ചികിത്സ നൽകുക, അതുപോലെ അവർക്ക് വ്യക്തമായി നല്ലൊരു അന്തരീക്ഷം പ്രൊവൈഡ് ചെയ്യുക. അത് ജീവനക്കാരാണെങ്കിലും നല്ലൊരു അപ്പിയറൻസിലായിരിക്കണം അവരുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യേണ്ടത്. അപ്പൊ ഇങ്ങനെയൊക്കെ വരുന്നത് ഈ 3 അടിസ്ഥാന ഘടകങ്ങളും കൺസിഡർ ചെയ്തുകൊണ്ടാണ് ആ പബ്ലിക് റിലേഷൻ നമുക്ക് അവിടെ നിലനിർത്താൻ സാധിക്കുന്നത്. ഇനി സം ഓപ്പറേഷൻസ് ഓഫ് ഇംപ്രൂവിംഗ് ഓപ്പറേഷൻ ഓഫ് ഹോസ്പിറ്റൽ ഇൻ ദ കമ്മ്യൂണിറ്റി ലെവൽ. ഇനി കമ്മ്യൂണിറ്റി ലെവലില് ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങൾ ഇംപ്രൂവ് ചെയ്യാൻ അല്ലെങ്കിൽ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി നമ്മൾ കുറച്ച് പ്രവർത്തനങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഒന്നാമത്തത് എ ഹൈ ക്വാളിറ്റി പേഷ്യന്റ് കെയർ ഈസ് ദ ബേസിസ് ഓഫ് ഗുഡ് പബ്ലിക് റിലേഷൻ. ഈ ഒരു 3 ഫണ്ടമെന്റൽ കമ്പോണൻസ് ചോദിക്കാറുണ്ട് കേട്ടോ. കമ്മ്യൂണിറ്റി ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട 3 അടിസ്ഥാന ഘടകങ്ങൾ എന്തൊക്കെയാണ് ചോദിക്കാറുണ്ട്. അതുപോലെ ഹോസ്പിറ്റലിലെ കമ്മ്യൂണിറ്റി ലെവലില് ഹോസ്പിറ്റലിലെ പബ്ലിക് റിലേഷൻ ഇംപ്രൂവ് ചെയ്യാനായിട്ട് ചെയ്യേണ്ട പ്രവർത്തനങ്ങളും ചോദിക്കാറുണ്ട്. ഇതിൽ ഒന്നാമത്തേതാണ് എ ഹൈ ക്വാളിറ്റി പേഷ്യന്റ് കെയർ ഈസ് ദ ബേസിസ് ഓഫ് ഗുഡ് പബ്ലിക് റിലേഷൻ. അപ്പൊ നല്ല ഉയർന്ന നിലവാരത്തിലുള്ള ഉയർന്ന ഗുണനിലവാരത്തിലുള്ള പേഷ്യന്റ് പരിചരണം, പേഷ്യൻസിന് കൊടുക്കുന്ന രോഗി പരിചരണം എന്ന് പറയുന്നത് is the basis of good public relation. അപ്പൊ നല്ലൊരു പബ്ലിക് റിലേഷൻ നിലനിർത്താനുള്ള ഒരു അടിസ്ഥാന ഘടകമാണ് നല്ല ഉയർന്ന നിലവാരത്തിലുള്ള രോഗി പരിചരണം നൽകുക എന്ന് പറയുന്നത്. അപ്പൊ നമ്മളൊരു ഹോസ്പിറ്റലിൽ ചെന്നു, അവർ നല്ല രീതിയിലുള്ള കെയറോ കാര്യങ്ങളോ ട്രീറ്റ്മെന്റോ ഒന്നും തന്നില്ലെങ്കിൽ അവിടെ ഒരു പബ്ലിക് റിലേഷൻ ഉണ്ടാവുമോ? നമ്മൾ അവരായിട്ടൊരു ബന്ധം ഉണ്ടാവുമോ? നമ്മൾ ഒറ്റ പ്രാവശ്യം അവിടെ പോകുള്ളൂ, അല്ലെ? നമ്മൾ രണ്ടാമത് വേറെ ഹോസ്പിറ്റലിൽ സമീപിക്കും, അല്ലെ? അപ്പൊ ഇവിടെയും അതാണ് ഉദ്ദേശിക്കുന്നത്. അതായത് നമുക്കൊരു നല്ല പബ്ലിക് റിലേഷൻ അല്ലെങ്കിൽ നല്ലൊരു ബന്ധം ആ ഹോസ്പിറ്റലുമായിട്ട് ഉണ്ടാവണമെങ്കിൽ അവർ നമുക്ക് എങ്ങനെയുള്ള കെയർ തരണമെന്നാ പറയുന്നത്? നല്ല ഉയർന്ന ഗുണനിലവാരത്തിലുള്ള രോഗി പരിചരണം അവർ തരുമ്പോഴാണ് അതവിടെ നല്ലൊരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നത്. ഓക്കെ അല്ലേ? ഫസ്റ്റ് പോയിന്റ്. രണ്ടാമത്തത് സഫിഷ്യന്റ് ഫിസിക്കൽ ഫെസിലിറ്റി വിത്ത് ഗുഡ് ഫങ്ഷണൽ ലേഔട്ട്. നമുക്ക് മതിയായിട്ടുള്ള എല്ലാ ഭൗതികപരമായ സൗകര്യങ്ങളും അവർ തന്നെ, അല്ലെ? വിത്ത് ഗുഡ് ഫങ്ഷണൽ ലേഔട്ട്, നല്ല രീതിയിൽ പ്രവർത്തനപരമായ ഒരു രൂപരേഖ അവർക്ക് ഉണ്ടായിരിക്കണം. അതായത് ഇപ്പൊ നമ്മളൊരു ഔട്ട് പേഷ്യന്റ് ആയിട്ട് ഒരു ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിൽ ചെന്നാൽ, ജസ്റ്റ് ഒരു എക്സാമ്പിൾ പോലെ പറഞ്ഞിരിക്കുന്നതാണ്, ഒരു ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിൽ ചെന്നാൽ നമ്മൾ ആദ്യം പോയി നമ്മള് അഡ്മിഷന് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ രജിസ്ട്രേഷൻ ഒക്കെ ചെയ്യാറുണ്ട്. അതിനുശേഷം നമ്മൾ കൺസൾട്ടേഷന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? വെയിറ്റിംഗിന് വേണ്ടി വെയിറ്റിംഗ് റൂമുകൾ അവർ അറേഞ്ച് ചെയ്ത് തരാറുണ്ട്. നമുക്ക് ആവശ്യമുള്ള കുറെ കാര്യങ്ങളാണ്. അതൊക്കെ നമ്മുടെ ഭൗതികപരമായിട്ടുള്ള നമ്മുടെ ആവശ്യകതകൾ അല്ലെങ്കിൽ സൗകര്യങ്ങൾ നമുക്ക് ചെയ്തു തരുന്നതാണ്. അത് എന്ത് ചെയ്യാറുണ്ട്? വെയിറ്റിംഗിന് വേണ്ടി നമുക്ക് ബെഞ്ചുകളോ ചെയറുകളോ ഒക്കെ സെറ്റ് ചെയ്ത് തരാറില്ലേ വെയിറ്റിംഗ് റൂമില്? നമ്മളെല്ലാവരും നിർത്താതിരിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ വാട്ടർ, വെള്ളം ഉണ്ടെങ്കിൽ, വെള്ളം ആവശ്യമായിട്ടുണ്ടെങ്കിൽ വെള്ളം കുടിക്കാനുള്ള സൗകര്യങ്ങൾ ചെയ്തു തരാറുണ്ട്. റിഫ്രഷ്മെന്റ് ഫെസിലിറ്റി, ടോയ്ലറ്റ് സൗകര്യങ്ങൾ മുതലായിട്ടുള്ള റിഫ്രഷ്മെന്റ് ഫെസിലിറ്റികൾ ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിലെ ഈ വെയിറ്റിംഗ് റൂമുമായി ബന്ധപ്പെട്ട് അങ്ങനെയുള്ള ഫിസിക്കൽ ഫെസിലിറ്റികളൊക്കെ നമുക്ക് തരാറുണ്ട്, ഇല്ലേ? ഇപ്പൊ നമുക്ക് മതിയായിട്ടുള്ള ഇങ്ങനെയുള്ള ഭൗതിക സൗകര്യങ്ങൾ തരുന്നതിലൂടെയും നല്ലൊരു പബ്ലിക് റിലേഷൻ ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ലേ? പറ്റുമോ? പറ്റും, അല്ലെ? മൂന്നാമത്തത് മേക്കിംഗ് അതേഴ്സ് ഹാപ്പി.
നമ്മൾ ഒരാളെ ഹാപ്പി ആക്കണമെങ്കിൽ വൺ മസ്റ്റ് ബി ഹാപ്പി ഹിംസെൽഫ്. നമ്മൾ സ്വയം സന്തോഷവാന്മാരായിരിക്കുമ്പോഴാണ് നമുക്ക് മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ പറ്റുക, അല്ലെ? നമ്മൾ ദുഃഖിച്ചിരിക്കുകയാണെങ്കിൽ നമുക്ക് മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ പറ്റുമോ? ഇല്ല. ഗുഡ് മൊറൈൽ ഓഫ് വർക്കേഴ്സ്, അത് എന്തുകൊണ്ടാണ് അവിടെ ഉദ്ദേശിക്കുന്നത്? ഈ ഒരു വേർഡ് അവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാല് അവിടുത്തെ ജീവനക്കാർക്ക് ശരിയായ ഒരു നല്ല മൊറൈൽ അല്ലെങ്കിൽ ഗുഡ് മൊറൈൽ മനോവീര്യം അല്ലെങ്കിൽ ഒരു കോൺഫിഡൻസ്, നല്ലൊരു കോൺഫിഡൻസ് ലെവലിലുള്ള വർക്കേഴ്സ് ആണെങ്കിൽ നോട്ട് ഓൺലി ഇംപ്രൂവ് എഫിഷ്യൻസി, അവരുടെ ആ ഒരു കാര്യക്ഷമത മാത്രമല്ല അവിടെ വർദ്ധിപ്പിക്കാൻ സാധിക്കുന്നത്, ബട്ട് വർക്കേഴ്സ് വിത്ത് ഹൈ മൊറൈൽ വർക്ക് ഇൻ എ പോസിറ്റീവ് മാനർ. അപ്പൊ നല്ലൊരു കോൺഫിഡൻസ് ഉള്ള ഒരു ജീവനക്കാരാണെങ്കിൽ അവരെ നമ്മളോട് എങ്ങനെയായിരിക്കും പെരുമാറുക? നല്ലൊരു പോസിറ്റീവായ രീതിയിൽ നമ്മളോട് പെരുമാറും, അല്ലെ? നമ്മളിപ്പോ എത്ര ദേഷ്യപ്പെട്ടാലും അവർ നമ്മളോട് നല്ല പോസിറ്റീവായ രീതിയിലായിരിക്കും ആ കാര്യങ്ങള് കൈകാര്യം ചെയ്യുക, അല്ലെ? വിത്ത് വൺ അനദർ ആൻഡ് ഓൾസോ വിത്ത് ദ പേഷ്യൻസ് ഇൻ ദ കമ്മ്യൂണിറ്റി. കമ്മ്യൂണിറ്റിയിലുള്ള ഏതൊരു പേഷ്യന്റും ആയിക്കോട്ടെ അല്ലെങ്കിൽ അവിടെ വരുന്ന ഏതൊരാളോടും അവർ വളരെ പോസിറ്റീവായിട്ട് പെരുമാറണമെങ്കിൽ അവിടുത്തെ ജീവനക്കാര് ഉയർന്ന കോൺഫിഡൻസ് ലെവലിലുള്ളവരായിരിക്കണം. അപ്പോഴാണ് അവർക്ക് മറ്റുള്ള ആളുകളെ കൂടി സന്തോഷിപ്പിക്കാൻ സാധിക്കുന്നത്. അപ്പൊ അവിടുത്തെ ജീവനക്കാരെ പെരുമാറേണ്ടത് അങ്ങനെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള രീതിയിലാണെങ്കിൽ അവിടെ നല്ലൊരു പബ്ലിക് റിലേഷൻ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ഓക്കെ ആണോ? തേർഡ് പോയിന്റ്. നാലാമത്തത് ഓപ്പറേറ്റിംഗ് എഫിഷ്യൻസി വിത്ത് എഫക്റ്റീവ് കോർഡിനേഷൻ among all clinical departments and other supportive services arises from good administration, organization structure, policies, procedures and authority and responsibility should be clearly understood by each staff. ഓപ്പറേറ്റിംഗ് എഫിഷ്യൻസി, ഈ പ്രവർത്തനപരമായിട്ടുള്ള ആ ഒരു ക്ഷമത അല്ലെങ്കിൽ ആ ഒരു കാര്യക്ഷമത, അതുപോലെ വിത്ത് എഫക്റ്റീവ് കോർഡിനേഷൻ, വളരെ ഫലപ്രദമായ ഒരു ഏകോപനത്തോടു കൂടിയും എല്ലാ ക്ലിനിക്കൽ ഡിപ്പാർട്ട്മെന്റ്സും ആൻഡ് അതർ സപ്പോർട്ടീവ് സർവീസസും പ്രവർത്തിക്കണമെങ്കിൽ അത് എന്തിലൂടെയാണ്? അപ്പൊ ആ ഒരു ഹോസ്പിറ്റല് മൊത്തത്തില് നല്ല കോർഡിനേറ്റഡ് ആയിട്ട്, ഇപ്പൊ ഒരു ക്ലിനിക്കൽ ഡിപ്പാർട്ട്മെന്റുകൾ നമ്മൾ ചികിത്സ നൽകുന്ന ഡിപ്പാർട്ട്മെന്റുകൾ മാത്രമല്ല നമ്മൾ പ്രവർത്തിക്കേണ്ടത്, അതുമായി ബന്ധപ്പെട്ട മറ്റു സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റുകളും നന്നായി കോർഡിനേറ്റ് ചെയ്ത് വളരെ ഫലപ്രദമായിട്ട് പ്രവർത്തിച്ചാൽ മാത്രമേ വരുന്ന ഓരോ പേഷ്യന്റിനും നമുക്ക് നല്ല രീതിയിലുള്ള പരിചരണം കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതിനുവേണ്ടി ഈ പറയുന്ന ഡിപ്പാർട്ട്മെന്റുകളെയും ഈ സപ്പോർട്ടീവ് സർവീസുകളൊക്കെ ആ കോർഡിനേറ്റ് ചെയ്ത രീതിയിൽ നിലനിർത്തണമെങ്കിൽ അവിടെ എന്ത് വേണം? നല്ലൊരു അഡ്മിനിസ്ട്രേഷൻ വിഭാഗം വേണം, അല്ലെ? നല്ലൊരു ഭരണം വേണം അവിടെ. അതുപോലെ തന്നെ ഒരു ഓർഗനൈസേഷണൽ സ്ട്രക്ചർ, ആ ഒരു സംഘടനയുമായി അല്ലെങ്കിൽ ആ ഒരു സ്ഥാപനവുമായി ബന്ധപ്പെട്ട ഒരു സംഘടനയുമായി ഘടന ഉണ്ടായിരിക്കണം. അതുപോലെ നല്ല നല്ല പോളിസികള്, നല്ല നല്ല പ്രൊസീജിയേഴ്സ്, നടപടിക്രമങ്ങളോ ബന്ധപ്പെട്ട അധികാരികളും ഉത്തരവാദിത്വവും ഒക്കെ ഓരോ സ്റ്റാഫുകൾക്കും വീതിച്ചു നൽകിയാൽ മാത്രമേ ആ സ്ഥാപനം, ആ ഒരു ക്ലിനിക്കൽ ഡിപ്പാർട്ട്മെന്റ് മാത്രമല്ല അതുമായി ബന്ധപ്പെട്ട സപ്പോർട്ടീവ് സർവീസുകളും വളരെ ഫലപ്രദമായിട്ടും കോർഡിനേറ്റഡ് ആയിട്ടും എന്ത് ചെയ്യുള്ളൂ? നിലനിൽക്കുകയുള്ളൂ. എന്നാൽ മാത്രമേ വരുന്ന പേഷ്യൻസിന് അവർക്ക് ആവശ്യമായ രീതിയിലുള്ള പരിചരണങ്ങളും നമുക്ക് കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. ഈ 4 പോയിന്റ്സും പറഞ്ഞിരിക്കുന്നത് ഹോസ്പിറ്റൽ കമ്മ്യൂണിറ്റി ലെവലില് ഒരു ഹോസ്പിറ്റലിൽ ഇങ്ങനെയുള്ള പബ്ലിക് റിലേഷൻ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി എന്തൊക്കെ കാര്യങ്ങളില് പ്രവർത്തനങ്ങളിൽ നമുക്ക് മാറ്റങ്ങൾ വരുത്തണം, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് മെച്ചപ്പെടുത്തേണ്ടത്. അതിൽ ഒന്നാമത് പറയുന്നത് ഏറ്റവും നന്നായിട്ട് ഒരു പബ്ലിക് റിലേഷൻ നിലനിർത്താനുള്ള ഒരു അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത് വരുന്ന പേഷ്യൻസിന് നല്ല ഉയർന്ന ഗുണനിലവാരത്തിലുള്ള പേഷ്യൻസ് കെയർ അല്ലെങ്കിൽ രോഗി പരിചരണം നൽകുക എന്നതാണ്. രണ്ടാമത് പറയുന്നത് സഫിഷ്യന്റ് ആയിട്ടുള്ള ഭൗതിക സൗകര്യങ്ങളും ഫെസിലിറ്റികളും ഒക്കെ നമുക്ക് പ്രൊവൈഡ് ചെയ്യുക. അതായത് ഒരു ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് വെയിറ്റ് ചെയ്യേണ്ട വെയിറ്റിംഗ് റൂമുമായി ബന്ധപ്പെട്ട് ആവശ്യമായ ബെഞ്ചുകള്, ചെയറുകൾ പ്രൊവൈഡ് ചെയ്യുക, വാട്ടർ സപ്ലൈ ചെയ്യുക, റിഫ്രഷ്മെന്റ് ഫെസിലിറ്റികളൊക്കെ കൊടുക്കുന്നത് വഴി അവർക്ക് ആ ഒരു നിൽക്കുന്നതിന്റെ ആ ഒരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ആ വെയിറ്റ് ചെയ്യുന്നതിന്റെയൊക്കെ ബുദ്ധിമുട്ട് കുറയ്ക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് അവിടെ ഒരു നല്ല റിലേഷൻഷിപ്പ് ആ സ്ഥാപനവുമായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. മൂന്നാമത് പറഞ്ഞത് നമ്മൾ ഹാപ്പി ആവണമെങ്കിൽ മാത്രമേ നമുക്ക് മറ്റുള്ളവരെയും കൂടെ ഹാപ്പി ആക്കാൻ പറ്റും.
പറ്റുള്ളൂ. ഈ വരുന്ന പേഷ്യൻസിനെ ഹാപ്പി ആയിട്ട് വിടണമെങ്കിൽ അത് അവിടുത്തെ ജീവനക്കാർ വിചാരിച്ചാലാണ് സാധിക്കുക. അപ്പൊ അവിടുത്തെ എംപ്ലോയീസ് എപ്പോഴും നല്ല ഒരു മുറയിൽ അല്ലെങ്കിൽ നല്ലൊരു കോൺഫിഡൻസ് ഉള്ളവരായിരിക്കണം. ആ കോൺഫിഡൻസ് ഉള്ളവരാകുമ്പോൾ അവർക്ക് ഏതൊരു പേഷ്യന്റിനോടും അല്ലെങ്കിൽ നമ്മുടെ പൊതുജനങ്ങളോടും നല്ല പോസിറ്റീവായ രീതിയിൽ പെരുമാറാനും സാധിക്കണം. അതിലൂടെയും നമുക്ക് നല്ലൊരു പബ്ലിക് റിലേഷൻ ഉണ്ടാക്കിയെടുക്കാം. നാലാമത് പറയുന്നത് ആ സ്ഥാപനം എല്ലാ രീതിയിലും നല്ല ഏകോപനത്തോടുകൂടിയും നല്ല കാര്യക്ഷമതയോടുകൂടിയും വർക്ക് ചെയ്യണമെങ്കിൽ അതായത് ചികിത്സാപരമായിട്ടുള്ള ഡിപ്പാർട്ട്മെന്റുകൾ മാത്രമല്ല അതുമായി ബന്ധപ്പെട്ടുള്ള സപ്പോർട്ടീവ് സർവീസുകളും നല്ല രീതിയിൽ ഫലപ്രദമായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ അതിന് അവിടെ നല്ലൊരു ഭരണം അല്ലെങ്കിൽ ഒരു അഡ്മിനിസ്ട്രേഷൻ വേണം. നല്ല രീതിയിലുള്ള ഒരു ഘടന, ഒരു സ്ട്രക്ചർ ഉണ്ടായിരിക്കണം. നല്ല പോളിസികളും നല്ല പ്രൊസീജിയേഴ്സും ഉണ്ടായിരിക്കണം. അതോടൊപ്പം തന്നെ എല്ലാ റെസ്പോൺസിബിലിറ്റീസും അധികാരങ്ങളും ഓരോരോ സ്റ്റാഫുകൾക്കും അസൈൻ ചെയ്ത് ക്ലിയർലി മനസ്സിലാക്കി കൊടുത്ത് അവർക്ക് എന്ത് ചെയ്യണം, അസൈൻ ചെയ്ത് കൊടുക്കുകയും വേണം. അപ്പൊ എല്ലാ കാര്യങ്ങളും ആ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്തം, നിങ്ങൾ ഇന്ന കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, ഇന്ന കാര്യങ്ങൾ ചെയ്താലാണ് നമുക്ക് നമ്മുടെ പബ്ലിക്കിനെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, സ്വാധീനിക്കാൻ സാധിക്കുകയുള്ളൂ. അവരെ നമുക്ക് ഹാപ്പി ആക്കണമെങ്കിൽ അവർക്ക് ആവശ്യമായ രീതിയിലുള്ള സർവീസുകൾ കൊടുക്കണം. അതിനുവേണ്ടി നമ്മൾ ഒരു നല്ല ഭരണത്തില് അതിന്റെ കീഴില് നല്ല രീതിയിൽ എല്ലാ സപ്പോർട്ടീവ് സർവീസുകളാണെങ്കിലും ക്ലിനിക്കൽ ഡിപ്പാർട്ട്മെന്റുകളാണെങ്കിലും ഒരുമിച്ച് നിന്ന് കോർഡിനേറ്റ് ചെയ്ത് പ്രവർത്തിക്കുന്നത് വഴി പേഷ്യൻസിന് നല്ല രോഗി പരിചരണം കൊടുക്കാനും അവർക്ക് ആവശ്യമായ ഏതൊരു സർവീസും മികച്ച രീതിയിൽ കൊടുക്കാനും അതിലൂടെ നല്ലൊരു പബ്ലിക് റിലേഷൻ ഉണ്ടാക്കിയെടുക്കാനും സാധിക്കും. ഓക്കെയാണ്. വേഗം ഒന്ന് വായിച്ചു നോക്കിയേ അത്രയും ഭാഗം. ഏതെങ്കിലും പോയിന്റ്സ് റിപ്പീറ്റ് ചെയ്യണമെങ്കിൽ മിസ് പറഞ്ഞുതരാം കേട്ടോ. 4th പോയിന്റ് ആണ്. ജസ്റ്റ് ഈ പോയിന്റ്സ് ഒക്കെ ഇൻക്ലൂഡഡ് ആയതാണോ ഇൻക്ലൂഡഡ് അല്ലാത്തതാണോ എന്ന രീതിയിൽ ചോദിക്കുള്ളൂ കേട്ടോ. വേഗം ഒന്ന് വായിച്ചു നോക്കിയ ഭാഗം. ഓപ്പറേറ്റിംഗ് മെത്തേഡ് ഫോളോ ചെയ്യാൻ പറ്റുന്നില്ലേ പറയുമ്പോ? ഓ ഓക്കെ. അപ്പൊ നമുക്ക് ഇത്രയും പോയിന്റ്സ് ആണ് ഇന്ന് എടുത്തിരിക്കുന്നത്. വായിച്ചിട്ട് വരാം കേട്ടോ നെക്സ്റ്റ് ക്ലാസ്സിൽ. ഇമ്പോർട്ടന്റ് എന്ന് വെച്ചാൽ ഇവിടെ ആ 3 പോയിന്റ് ഫണ്ടമെന്റൽ കമ്പോണൻസ് നിങ്ങൾ നിർബന്ധമായിട്ട് നോക്കണം കേട്ടോ. അത് ചോദിക്കാറുള്ളതാണ് കേട്ടോ. ഓൾ ഓഫ് ദ എബോ എന്നൊക്കെ ആയിരിക്കും ആൻസർ. ചിലപ്പോൾ ഓൾ ഓഫ് ദ എബോ ആയിരിക്കാം. ആ 3 ഫണ്ടമെന്റൽ കമ്പോണൻസ് ഏതാണെന്നാണ് ചോദിക്കാറ്. ഇനി മറ്റൊരു ചോദിക്കാറ് ഹോസ്പിറ്റലിലെ കമ്മ്യൂണിറ്റി ലെവലില് ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങൾ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളവ ഏതാണ്, അതിൽ ഇൻക്ലൂഡഡ് ആവാത്തത് ഏതാണ് എന്ന രീതിയിൽ ചോദിക്കാം. ഒന്ന് വായിച്ച് മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. മെയിൻ ആയിട്ടുള്ള പോയിന്റ്സ് ഒന്ന് വായിച്ച് മനസ്സിലാക്കി വെച്ചാൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ഓക്കെ ഓക്കെ. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ബാക്കി കണ്ടിന്യൂ ചെയ്യാം. അപ്പൊ അടുത്ത ക്ലാസ്സിൽ വരുമ്പോഴേക്കും ഇത്രയും എടുത്ത ഭാഗങ്ങൾ ഒന്ന് വായിച്ചിട്ട് വരണം കേട്ടോ. നല്ലൊരു കണ്ടിന്യൂഷൻ കിട്ടുള്ളൂ. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിൽ മിസ് വരുമ്പോൾ ചോദിക്കാം, പറഞ്ഞുതരാം കേട്ടോ. താങ്ക് യു.